प्रार्थना करके हमें प्रिपेयर करने के लिए, പ്രാർത്ഥനയോടെ നമ്മൾ അതിനെ നേരിടേണ്ടത് ताकि ആവശ്യമാണ്. हम उस आत्मा का बल के साथ में उस समस्याओं को सामना कर पाए. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആത്മാവിന്റെ ബലത്തോടെ നമുക്ക് അതിനെല്ലാം നേരിടുവാനുള്ള സ്വർഗീയ കൃപ കർത്താവ് തരുവാൻ ഇടയാകും. और हम ओवरकम कर पाएगा. തീർച്ചയായും നമുക്ക് അതിനെല്ലാം ജയിക്കുവാൻ സാധിക്കും. Psalms number 91 हम पढ़ा. സങ്കീർത്തനം 91 നമ്മൾ വായിച്ചത്. परमेश्वर का प्रोटेक्शन का बारे में लिखा हुआ एक भजन संगीत है. കർത്താവിന്റെ സംരക്ഷണത്തെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 91. डिवाइन प्रोटेक्शन का बारे में, ദൈവിക പ്രൊട്ടക്ഷനെ പറ്റിയാണ് അതിൽ പറയുന്നത്. यीशु मसीह ने उसका महायाजक प्रार्थना यूहन्ना का सुसमाचार 17वां अध्याय में यीशु ने इसे कहा. യേശു കർത്താവ് തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നു. यीशु का हाई प्रीस्ट प्रेयर है, महायाजक प्रार्थना है. യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നതിനെ പറയുന്നു. उसमें आत्मिक शब्दों क्या कहा मालूम है? അതിലധികമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ശബ്ദം ഏതാണ്? प्रोटेक्शन का बारे में कहा. സംരക്ഷണത്തെ പറ്റിയാണ്. प्रोटेक्शन. സംരക്ഷണം. यीशु ने कहा, യേശു പറഞ്ഞു, पिता से कह दे, പിതാവിനോട് പറയുകയാണ്, पिता आपने मेरा हाथ में सौंपा उन चेलों को मैंने सुरक्षित रखा. പിതാവേ, നീ എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച നിന്റെ ജനത്തെ ഞാൻ സുരക്ഷിതമാക്കിയിരിക്കുന്നു. प्रत्येक रूप में 12 चेलों का बारे में कहा. പ്രത്യേകമായിട്ട് യേശു കർത്താവ് പറയുന്നത് തന്റെ 12 ശിഷ്യന്മാരെ പറ്റിയാണ്. और यीशु ने कहा, उस यूदा चोट के कोई भी नष्ट नहीं हुआ. യേശു കർത്താവ് പിതാവിനോട് പറയുകയാണ്, ആ യൂത അല്ലാതെ അതിൽ വേറെ ആരും നഷ്ടമായി പോയിട്ടില്ല. जब इस प्रार्थना यीशु ने किया, ഈ പ്രാർത്ഥന യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ गत्समना वाटिका में है ना, यीशु इस जो बातों बताया, ഗെത്സമന തോട്ടത്തിലെ ഈ പ്രാർത്ഥന യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ सही में जो बड़े बड़े घटनाओं आगे होना है वो शुरू हुआ नहीं. ശരിയായ മുന്നിലുള്ള വലിയ വലിയ സംഭവങ്ങൾ അതുവരെ തുടങ്ങിയിട്ടില്ലായിരുന്നു. जब इस प्रार्थना यीशु कर रहा था, യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ दूसरा साइड में മറ്റൊരു സൈഡില് एक सेना उनके ओर आ रही, ഒരു സൈന്യം തന്റെ നേരെ വരികയാണ്. दूसरा साइड में മറ്റൊരു സൈഡില് बहुत बड़ा प्लानिंग हो रही. വലിയ വലിയ പദ്ധതികൾ തയ്യാറാക്കുകയാണ്. देश का बहुत बड़े बड़े पावरफुल लोग, ദേശത്തിന് വലിയ വലിയ ശക്തിയേറിയ നേതാക്കന്മാർ, धर्म का बड़े लोग മത നേതാക്കന്മാർ मिलके यीशु को अरेस्ट करने का प्लानिंग बना. അവരെല്ലാം ചേർന്ന് യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യാനുള്ള വലിയ പ്ലാൻ നടത്തുകയാണ്. यीशु के चेलों का विरुद्ध में देखो एक बहुत बड़ा दल अभी आने वाला है. യേശു കർത്താവിന് ശിഷ്യന്മാർക്ക് വിരോധമായിട്ട് വലിയൊരു കൂട്ടം സൈന്യം കടന്നു വരാൻ പോവുകയാണ്. अभी तक यीशु के चेलों को उन बात का बारे में समझ नहीं है. ഇതുവരെ ശിഷ്യന്മാർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. यीशु जानते हैं, യേശുവിനെ അതറിയാം. क्योंकि वो सब कुछ जानने वाला परमेश्वर. കാരണം നമ്മുടെ യേശു കർത്താവ് എല്ലാം അറിയുന്ന कुछ പിതാവാണ്. भी बात उनसे गुप्त रहता नहीं. യേശുവിന് മറവായിരിക്കുന്നത് ഒന്നുമില്ല. यूदा ने क्या सोचा होगा? യൂദ എന്താണ് ചിന്തിച്ചത്? महायाजक लोग ने क्या सोचा होगा? മഹാപുരോഹിതന്മാർ എന്ത് ചിന്തിച്ചു കാണും? उसका षड्यंत्र कोई किसी को मालूम नहीं पड़ा. അവരുടെ തന്ത്രങ്ങൾ ആർക്കും മനസ്സിലായില്ല എന്നവർ ചിന്തിച്ചു. लेकिन यीशु सब कुछ जानने वाला എന്നാൽ परमेश्वर. നമ്മുടെ യേശു കർത്താവ് എല്ലാം അറിയുന്ന സ്വർഗീയ जब इस കർത്താവാണ്. प्रार्थना यीशु कर रहे हैं, യേശു കർത്താവ് ഇത് പ്രാർത്ഥിച്ചപ്പോൾ यीशु ने देखा है क्या क्या मोमेंट विरुद्ध में हो रहे. യേശുവിന് മനസ്സിലായ എന്തെല്ലാം കാര്യങ്ങളാണ് തനിക്കെതിരായിട്ട് നടക്കുന്നതെന്ന്. यीशु उधर से भागा नहीं. യേശുവിടെ നിന്ന് അത് കണ്ടിട്ട് ഓടിപ്പോയില്ല. यीशु ने मगर क्या किया? യേശുവിന് എന്താണ് ചെയ്തത്? उसका चेलों का प्रोटेक्शन के लिए प्रार्थना തന്റെ किया. ശിഷ്യന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. उनमें से एक को भी कुछ हानि नहीं होना है. തന്റെ ശിഷ്യന്മാരിൽ ആർക്കും ഒരു നഷ്ടം പോലും ഒരു ദോഷം പോലും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു. परमेश्वर का वचन में, ദൈവത്തിന്റെ വചനത്തില് प्रभु का बच्चों, हम सब के लिए डिवाइन प्रोटेक्शन का वायदा है. ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും കർത്താവിന്റെ സ്വർഗീയ ഒരു സംരക്ഷണത്തിന്റെ വാഗ്ദത്തമുണ്ട്. നമുക്ക് प्रभु ഓരോരുത്തർക്കും अपना प्राण को सुरक्षित रखेगा. ദൈവം നമ്മുടെ ഓരോരുത്തരെയും പ്രാണനെ സുരക്ഷിതമാക്കി प्रभु अपना വെക്കുന്നു. आने जाने में नजर रखेगा. നമ്മുടെ പോക്കും വരവും എല്ലാം കർത്താവ് സുരക്ഷിതമായി വെക്കുന്നു. हालेलुया. प्रभु अपना संपत्ति को सुरक्षित रखेगा. കർത്താവ് നമ്മുടെ സമ്പത്തിനെ സുരക്ഷിതമായിട്ട് प्रभु വെക്കുന്നു. अपना संतान को, अपना हालेलुया बच्चों को सुरक्षित रखेगा. കർത്താവ് നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ കർത്താവ് സുരക്ഷിതമാക്കി വെക്കുന്നു. परमेश्वर का वचन सिखाते देयर इज ए डिवाइन प्रोटेक्शन. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും ദൈവികമായ സംരക്ഷണമുണ്ട് आज എന്ന്. आप में से कितना लोग इस डिवाइन प्रोटेक्शन पर विश्वास कर रहे हैं? നിങ്ങൾ എത്ര പേര് ആ സ്വർഗീയ സംരക്ഷണത്തിൽ വിശ്വസിക്കുന്നു? सिर्फ विश्वास मत करो,
വിശ്വസിക്കുക മാത്രമല്ല क्लेम करो। അതിനെ നിങ്ങൾ ക്ലെയിം ചെയ്ത് പറയുക. आपको बोलना है प्रभु मेरा ऊपर प्रत्येक एक सुरक्षा आपने दे दीजिए। നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ ഒരു പ്രത്യേക സംരക്ഷണം ഞങ്ങളുടെ മേൽ നീ അയക്കണമേ. दुष्ट का आंखों से मुझे छुपा के बचा के रख दीजिए। ദുഷ്ടന്റെ കണ്ണിൽ നിന്ന് കെണിയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് कोई വെക്കണമേ. भी गलत नजर मेरे ऊपर गिरना नहीं है। ഒരു തെറ്റായ ഒരു കണ്ണിന്റെ മേൽ വീഴരുത്. शत्रु का पद्धति कुछ भी मेरे ऊपर कामयाबी होना ശത്രുവിന്റെ नहीं। പദ്ധതി ഒന്നും എന്റെ മേൽ വിജയിക്കരുത്. ऐसे निरंतर प्रार्थना करते रहना है। ഇങ്ങനെ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. सर्वशक्तिमान परमेश्वर का छाए हुए स्थान में हमें छुप के रहना है। അത്യുന്നതന്റെ മറവിൽ നമ്മൾ മറഞ്ഞിരിക്കണം. हमें अपना मार्गों को, अपना पद्धतियों को, अपना कामों को उनका लहू से हमें मोहर बंद करके प्रार्थना करना നമ്മുടെ है। പദ്ധതികളെ, പോക്കിനെ, വരവിനെ, നമ്മുടെ പ്ലാനിനെ എല്ലാം യേശു കർത്താവിന്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും നമ്മൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. उसका छाया का नीचे उसको ढाक के हमें रखना है। അത്യുന്നതന്റെ മറവിൽ അതിനെ നമ്മൾ മറച്ചു വെക്കണം. मैं आपको वापस कहना चाहता ഞാൻ हूँ, പിന്നെ നിങ്ങളോട് इस പറയുകയാണ്, दिनों में और भी प्रार्थना कर ഈ दीजिए। ദിവസങ്ങൾ അധികമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക. डिवाइन प्रोटेक्शन हर व्यक्ति के ऊपर होने के लिए, ഒരു സ്വർഗീയ ദൈവിക സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ दुष्ट വേണ്ടി का आंखों से हमें हालेलुया संभाल के रखने के लिए प्रार्थना कर दीजिए। ദുഷ്ടന്റെ ദൃഷ്ടിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തോട് यीशु പ്രാർത്ഥിക്കാം. ने सिखाया प्रार्थना में भी, യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിലും यीशु ने ये बात बताया। യേശു ഈ കാര്യം क्या പറയുകയാണ്. बताया? എന്താണ് പറയുന്നത്? दुष्ट का हाथों से हमें बचा के रखो। ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കർത്താവേ ഞങ്ങളെ വിടുവിക്കണമേ. दुष्ट शैतान का हाथों से हमें प्रोटेक्ट करने के लिए हमें प्रार्थना करना है। ദുഷ്ടനായ പിശാചിന്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് हम പ്രാർത്ഥിക്കണം. जब यात्रा करेगा നമ്മൾ യാത്ര ചെയ്യുമ്പോൾ हमें स्पेशल प्रेयर करना है। നമ്മൾ എല്ലാവരും ഒരു പ്രത്യേക പ്രാർത്ഥന डिवाइन പ്രാർത്ഥിക്കണം. प्रोटेक्शन के लिए मैं प्रार्थना कर, കർത്താവെ ഒരു സ്വർഗീയ ദൈവിക ഒരു സംരക്ഷണം मेरा വേണ്ടി आने जाने പ്രാർത്ഥിക്കുന്നു. में आपका नजर रख दीजिए। കർത്താവെ ഞങ്ങളുടെ പോക്കില് വരവില് കർത്താവിന്റെ സംരക്ഷണം जैसे ഉണ്ടായിരിക്കണം. साम्स नंबर 121 में लिखा है, സങ്കീർത്തനം 121 എഴുതിയിരിക്കുന്നു, अपना आने जाने को स्थिर करने वाला നമ്മുടെ परमेश्वर। ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുന്ന तो കർത്താവ്. साम्स नंबर 121 एक्चुअली സങ്കീർത്തനം 121 सहायता मिलने वाला, मदद मिलने वाला, पहाड़ के ओर देखने वाला एक भक्त का भजन है। ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. സഹായം കിട്ടുന്ന ഒരു കൊടുമുടിയിലേക്ക് നോക്കിയുള്ള പ്രാർത്ഥനയാണ്. मैं मेरा आंखों को उस पहाड़ के ओर लगाता हूँ। ഞാൻ എന്റെ കണ്ണ് ആ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. मेरा सहायता कहाँ से എന്റെ आएगा? സഹായം എവിടെ നിന്ന് വരും? मेरा सहायता എന്റെ സഹായം आकाश और धरती को बनाया परमेश्वर का ओर से आ रहा है। ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. मेरा हालेलुया पैर फिसलने के लिए प्रभु नहीं എന്റെ देगा। കാൽ വഴുതുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. मुझे संभालने वाला, मुझे सुरक्षित रखने എന്നെ वाला, കാക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ, ओ नहीं सोने वाला है। എന്നെ കാക്കുന്ന മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. हालेलुया इस्राएल का रक्षक कभी भी उगेगा, उगता नहीं है। यहोवा कभी सोता नहीं है। ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. कितना बड़ा प्रोटेक्शन का वायदा दिया है। എത്ര വലിയൊരു സംരക്ഷണത്തിന്റെ जैसे വാഗ്ദത്തമാണ് साम्स नंबर തന്നിരിക്കുന്നത്. 91 में बताया वैसे ही സങ്കീർത്തനം 91 പറയുന്നത് പോലെ इधर भी बहुत बड़ा प्रोटेक्शन का वायदा दिया है। ഇവിടെയും വലിയൊരു സംരക്ഷണത്തിന്റെ വാഗ്ദത്തമാണ് हालेलुया തന്നിരിക്കുന്നത്. 5 आयत में 121 का 5 में क्या बताया है? സങ്കീർത്തനം 121 എന്താണ് പറയുന്നത്? हालेलुया यहोवा मेरा हालेलुया दाहिना भाग में मेरे लिए रक्षक है। യഹോവ हालेलुया എന്റെ വലതുഭാഗത്ത് എനിക്ക് തണലാണ്. उसका महाशक्ति से वो हमें बचाने वाला है। യഹോവ തന്റെ മഹാശക്തിയാൽ നമ്മളെ വിടുവിക്കും. आमेन हालेलुया। Hallelujah. नेक्स्ट स्क्रिप्चर हालेलुया। दिन के समय सूरज तुझे हानि नहीं पहुंचा सकता, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ रात ബാധിക്കില്ല. में चांद तेरी हानि नहीं कर सकता। രാത്രിയുള്ള ചന്ദ്രൻ നിന്നെ ബാധിക്കില്ല. ये 91 में भी हम देख सकते हैं। 91 സങ്കീർത്തനം നമ്മൾ दिन में കാണുന്നു. उठने वाला, रात को उठने वाला, कोई भी मरी को, कोई भी शैतानिक सामर्थ को हमें डरने का जरूरत പകൽ नहीं। പറക്കുന്ന അസ്ത്രത്തെ രാത്രിയിലെ സംഹാരത്തെ നമ്മൾ ഭയപ്പെടുകയില്ല. मतलब शैतानिक कोई भी काम का असर अपने ऊपर होने वाला नहीं। പിശാചിന്റെ ഒരു പദ്ധതി നമ്മുടെ മേൽ നടക്കില്ല എന്നാണ് दिन വചനം रात പറയുന്നത്. को उठने वाला, പകലും രാത്രി എഴുന്നേൽക്കുന്ന शत्रु का कोई शस्त्र को हम डरने का जरूरत नहीं। ശത്രുവിന്റെ ഒരു അസ്ത്രത്തെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. हालेलुया। ഹല്ലേലൂയ. शत्रु कितना षड्यंत्र अपने विरुद्ध में बना रहे, ശത്രു എത്രമാത്രം തന്ത്രങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വിരോധമായിട്ട് हर ചെയ്യുന്നു. दिन कितना षड्यंत्र शत्रु बनाते मालूम। എല്ലാ ദിവസവും ഓരോരോ തന്ത്രങ്ങള് ശത്രു മെനയാണ് जब നമുക്ക് हम വിരോധമായിട്ട്. यात्रा करेगा, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ हालेलुया हर समय कोई ना तो कोई पद्धति शत्रु बनाते हैं। ഓരോ സമയം ശത്രു നമുക്കെതിരായിട്ട് ഓരോരോ പദ്ധതി लेकिन തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുന്നു. हम उस बात को जानने से पहले എന്നാൽ നമ്മൾ ആ പദ്ധതി അറിയുന്നതിന് മുൻപ് कभी हमें पता भी नहीं मिलेगा,
कभी हमें पता भी ചില नहीं സമയത്ത് मिलेगा നമ്മൾ അറിയുക പോലുമില്ല प्रभु क्या करने वाला है, ദൈവം എന്ത് ചെയ്യും. पहले से जानकर उसको रोकने वाला है, കർത്താവ് ആദ്യമേ അറിഞ്ഞിട്ട് നമുക്കെതിരായിട്ടുള്ള പദ്ധതിയെ കർത്താവ് തകർക്കുവാനിടയാകും. अपने ऊपर प्रोटेक्शन देने वाला है, നമ്മുടെ മേൽ സംരക്ഷണം തരുന്ന, हमें छुपा के रखने वाला നമ്മളെ है। മറച്ചു വെക്കുന്ന. कोलोसियों का पत्री में एक आयत ऐसे है मेरा प्यार, കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. तीसरा अध्याय का तीसरा आयत है। 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. कोलोसियों 3:3 में क्या लिखा है? കൊലോസ്യർ 3:3 എന്താണ് എഴുതിയിരിക്കുന്നത്? हालेलुया। तुम्हारा जीवन मसीह के साथ परमेश्वर में छिपा है। നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. साम्स नंबर 91 का पहले आयतों में क्या कहा? സംഗീതം 91ന്റെ 1 എന്താണ് परमेश्वर പറഞ്ഞത്? का छाए हुए स्थान में जो ठिकाना पाते, जो छुप के रहते, അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. हालेलुया। वैसे ही कोलोसियों 3:3 में कहा है, അതുപോലെ തന്നെ കൊലോസ്യർ 3:3 പറയുന്നു, अपना जीवन मसीह यीशु में हालेलुया ആമേൻ, ഹല്ലേലൂയ, हालेलुया छुपा हुआ है। നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. अपना जीवन प्रभु यीशु के साथ में परमेश्वर के अंदर छिपा है। നമ്മുടെ हालेलुया। ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിലാണ് മറഞ്ഞിരിക്കുന്നത്. Our life is hidden with Christ in God. നമ്മുടെ Hallelujah. ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. हाइड करके रखा है। മറച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ജീവൻ. आपका मेरा प्राण को हाइड करके रखा നമ്മുടെ है ഓരോരുത്തരെയും പ്രാണനെ കർത്താവ് ദൈവത്തിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. परमेश्वर का गुप्त स्थान में, ദൈവത്തിന്റേതായ രഹസ്യ സ്ഥാനത്ത്, रहस्य स्थान में। രഹസ്യ സ്ഥാനത്ത്. हेलो। ഹല്ലേലൂയ. परमेश्वर से कुछ भी हम छिपा के रख नहीं सकते। ദൈവത്തിൽ നിന്ന് മറച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. हम लूका का सुसमाचार 8वां अध्याय में हम ये बात देख सकते हैं। ലൂക്കോസ് 8 നമ്മൾ ഈ കാര്യം കാണുന്നു. उधर लिखा है कुछ भी परमेश्वर से हम छुपा के रख नहीं ദൈവത്തിൽ सकते। നിന്ന് മറച്ച് ഒന്നുമില്ല. Nothing we can hide from God. ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയുകയില്ല ഒന്നും. Nothing is hidden in front of God. ദൈവത്തിന്റെ മുന്നിൽ ഒന്നും മറവല്ല. लेकिन എന്നാൽ शैतान का आंखों से कुछ बात छुपा के रख सकते हैं। എന്നാൽ പിശാചിന്റെ കണ്ണിന് നിന്ന് ചിലത് മറച്ചു വെക്കാൻ क्या കഴിയും. विश्वास कर सकते हैं? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? शैतान का आंखों से क्या कुछ बात छुपा के रख सकते हैं? പിശാചിന്റെ കണ്ണിൽ നിന്ന് ചിലത് മറച്ചു വെക്കാൻ സാധിക്കുമോ? हालेलुया। ഹല്ലേലൂയ. परमेश्वर का आंखों से कुछ भी हम छुपा के रख नहीं सकते। ദൈവത്തിന്റെ കണ്ണിന് മുൻപിൽ ഒന്നും മറവായിരിക്കില്ല. इस भाग में मैं आएगा। ആ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. लेकिन जब परमेश्वर किसी को छुपा के रखेगा, എന്നാൽ ദൈവം ചിലരെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ कोई भी अंधकार का नजर उसके ऊपर गिरने ഒരു वाला। അന്ധകാര ശക്തിയുടെ ദൃഷ്ടി അതിന്മേൽ പതിക്കയില്ല. कभी कभी अपना सोच क्या है? പലപ്പോഴും നമ്മുടെ ചിന്ത എങ്ങനെയാണ്? शैतान सब कुछ देखा है, പിശാച് എല്ലാം കണ്ടിട്ടുണ്ട്. शैतान बहुत पावरफुल है, പിശാച് വലിയ ശക്തനാണ്. इसलिए शैतान से छुपा के हम कुछ नहीं कर അതുകൊണ്ട് सकते। പിശാചിനെ മറച്ചൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ ചിന്തിക്കും. परमेश्वर का बच्चा എന്നാൽ ദൈവമക്കളെ, वचन जब सीखेगा क्लियरली, वचन हमें बताते शैतान से भी छुपा के परमेश्वर कुछ काम कर सकते हैं। വചനം വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, പിശാചിനെ മറച്ച് ചിലത് मैं കർത്താവ് 2 साइड വെച്ചിരിക്കുന്നു. कहना चाहता हूँ। ഞാൻ രണ്ട് സൈഡ് പറയാൻ मैं ആഗ്രഹിക്കുന്നു. शुरुआत में कहा शैतान अपना विरुद्ध में बहुत षड्यंत्र बना रहे। ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പിശാച് നമുക്കെതിരായിട്ട് പല തന്ത്രങ്ങളും ഉണ്ടാക്കുന്നു. शैतान बहुत गुप्त में, रहस्य में एक कामों कर रहे हैं, പിശാച് രഹസ്യത്തിൽ പല പ്രവർത്തികളും നമുക്കെതിരായിട്ട് लेकिन ചെയ്യുന്നു. वो एक सीक्रेट नहीं है। എന്നാൽ അതൊരു സീക്രട്ട് അല്ല. क्यों सीक्रेट नहीं है? എന്തുകൊണ്ട് അത് രഹസ്യമല്ല? क्योंकि परमेश्वर वो सब कुछ देखा है। കാരണം ദൈവം അതെല്ലാം കാണുന്നു, परमेश्वर അറിയുന്നു. के आंखों से उनको छुपा के कुछ भी, कोई भी इंसान हो, शैतान हो, नहीं कर सकते। ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറച്ച് ഒന്നും മനുഷ്യർക്കോ പിശാചിനോ ചെയ്യാൻ കഴിയില്ല. यूदा सोचा वो सब कुछ रहस्य में हो रहा है। യൂദ ചിന്തിച്ചു ഞാൻ ചെയ്യുന്ന എല്ലാം രഹസ്യമാണ്. महायाजकों सोचा सब कुछ रहस्य में हो रहा है। മഹായാജകന്മാർ ചിന്തിച്ചു ഇതെല്ലാം രഹസ്യമാണ് എന്ന്. लेकिन सब कुछ यीशु जानते थे, എന്നാൽ എല്ലാം നമ്മുടെ യേശു കർത്താവ് അറിയുന്നു. सब कुछ जानते था। എല്ലാം അറിയുന്നവനാണ് യേശു കർത്താവ്. हालेलुया। सुसमाचारों में काफी भागों में हम जानते यीशु कैसे लोगों का मन को जानते था। നമ്മൾ സുവിശേഷത്തിന്റെ പല ഭാഗങ്ങളിൽ കാണുന്നു യേശു കർത്താവ് എങ്ങനെയാണ് തന്റെ അടുക്കൽ വരുന്ന ജനങ്ങളുടെ മനസ്സറിഞ്ഞത്. कभी कभी रहस्य बातों को यीशु ने प्रकट करके दिया, लोग आश्चर्यचकित हो गए। പലപ്പോഴും അവരുടേതായ രഹസ്യ സ്വഭാവങ്ങളെ കാര്യങ്ങളെ യേശു കർത്താവ് പറയുമ്പോൾ അവർക്ക് തന്നെ അത്ഭുതം തോന്നി. അവർ യേശുവിനോട് ചോദിച്ചു നിനക്ക് എങ്ങനെ മനസ്സിലായത്? हालेलुया। ഹല്ലേലൂയ.
वो जो नतनिएल यीशु के पास आया, ആ നദനയേൽ എന്ന വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ नतनिएल को यीशु ने देखे ही कहा, നദനയേലിനെ കണ്ടിട്ട് യേശു ഇപ്രകാരം പറഞ്ഞു, ये वास्तव में एक सच्चा इस्राएली है। ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ. तो नतनिएल पूछा, मुझे कैसे जानते आप? നദനയേൽ യേശുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഇത് എങ്ങനെ तो यीशु ने മനസ്സിലായി? क्या कहा? യേശു എന്താണ് പറഞ്ഞത്? जब तूने उस अंजीर का वृक्ष का नीचे बैठा था तभी मेरा आंखों तुझे देखा। നീ ആത്തിയുടെ കീഴിലിരുന്നപ്പോൾ എന്റെ ദൃഷ്ടി നിന്നെ കണ്ടു. नतनिएल को बहुत शॉक्ड हो गया। നദനയേൽ അത് കേട്ടപ്പോൾ വളരെ दूसरा ആശ്ചര്യം कोई തോന്നി. भी देखा नहीं, उन्होंने अंजीर का वृक्ष വേറെ का ആരും नीचे കണ്ടില്ല, बैठा। വേറെ ആരും കണ്ടില്ല നദനയേൽ ആ तभी ആത്തിയുടെ यीशु കീഴിലിരുന്നത്. उधर नहीं था। യേശു അവിടെ ഇല്ലായിരുന്നു. नतनिएल आश्चर्यचकित होकर कहा, നദനയേൽ ആശ്ചര്യത്തോടെ പറഞ്ഞു. हालेलुया। ना जॉन चैप्टर 1 उसका 48 में हम देख सकते हैं। യോഹന്നാൻ 1:48 നമ്മൾ വായിക്കുന്നു. हालेलुया। तुम जब अंजीर का, तभी नतनिएल क्या उत्तर दिया? देखो, ये देख के आश्चर्यचकित होकर कहा, अरे सही में तुम परमेश्वर का पुत्र है। ഇത് കേട്ടിട്ട് ആശ്ചര്യത്തോടെ നദനയേൽ പറയുകയാണ്, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. तो नतनिएल कहाँ बैठा था? ओ रहस्य बात यीशु को जानते था। നദനയേൽ എവിടെയായിരുന്നു എന്നുള്ള രഹസ്യകാര്യം യേശുവിനറിയാം. उसी यूहन्ना का सुसमाचार में അതേ യോഹന്നാന്റെ സുവിശേഷത്തില് अध्याय 4 में അധ്യായം 4 एक शमरियोनी स्त्री, ഒരു ശമരിയ സ്ത്രീ. हालेलुया। इस शमरियोनी स्त्री ने सोचा, जो यहूदी युवा उस कुआं का किनारे में बैठा है वो उनको पहचानता नहीं है। ആ ശമരിയ സ്ത്രീ ചിന്തിച്ചു, ആ കിണറിന്റെ തീരത്തിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ എന്നെ മനസ്സിലാകുന്നില്ല എന്ന്. बात जैसे आगे प्रोग्रेस हो गया, കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. यीशु ने उनका एकदम गहरे का गुप्त बातों को जब प्रकट करके दिया। യേശു ആ ശമരിയ സ്ത്രീയുടെ ജീവിതത്തിലുള്ള ഏറ്റവും രഹസ്യമായ കാര്യങ്ങൾ പോലും വെളിപ്പെടുത്തി. उस स्त्री क्या कह रहे? ആ സ്ത്രീ എന്താണ് जो പറയുന്നത്? भी मेरा जीवन में मैंने किया, എന്തെല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു, उन बातों को खुला बताया एक व्यक्ति को मैंने देखा। അതെല്ലാം തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിരിക്കുന്നു. मतलब शमरिया शहर में जो लोग भी इतना डिटेल्स इनके बारे में जानता नहीं है, അതിന്റെ അർത്ഥം ശമരിയ പട്ടണത്തിലെ മറ്റുള്ളവർക്ക് പോലും ഈ ശമരിയ സ്ത്രീയെ പറ്റി ഇത്രയും കാര്യം അറിയില്ലായിരുന്നു. उनका जो पाप का जिंदगी के बारे में थोड़ा बहुत तो लोग जानते ആ होगा, ശമരിയ സ്ത്രീയുടെ പാപം നിറഞ്ഞ ജീവിതത്തെ പറ്റി അല്പം മാത്രം അവർക്ക് लेकिन അറിയാമായിരിക്കും. सब कुछ जानने वाला, എന്നാൽ എല്ലാം അറിയുന്ന, every secret, എല്ലാ രഹസ്യവും അറിയുന്ന, हालेलुया। लूका का सुसमाचार 8वां अध्याय में ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം हम उस स्त्री को देख सकते हैं। നമ്മൾ ആ സ്ത്രീ അവിടെ കാണുകയാണ്. कौन? ആരാണത്? 12 साल जो लहू का बीमारी था, उस स्त्री। 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ. हालेलुया। एक सेक्लूडेड, एक सीक्रेट लाइफ बिताना चाहते था वो स्त्री, ആ സ്ത്രീ ഒരു രഹസ്യമായി ജീവിക്കാൻ क्योंकि ആഗ്രഹിച്ചു. वो डरते था। കാരണം അവൾ ഭയപ്പെട്ടിരുന്നു. उनकी बीमारी के बारे में समाज को पता मिला तो തന്റെ ഈ രോഗത്തെ പറ്റി സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ लोगों का सवाल उनके ऊपर आएगा। പല ചോദ്യങ്ങൾ അവൾക്ക് മുന്നിൽ വരുവാനിടയാകും. हमेशा वो छुप के रहना चाहते, എപ്പോഴും അതുകൊണ്ട് ആ സ്ത്രീ മറിഞ്ഞിരിക്കുവാൻ ആഗ്രഹിച്ചു. हाइड करके रहना चाहते। എപ്പോഴും മറിഞ്ഞിരിക്കുവാൻ लेकिन ആഗ്രഹിച്ചു. लूका का सुसमाचार 8वां अध्याय में क्या लिखा है मालूम है? എന്നാൽ ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ When എന്താണ് she പറയുന്നത്? came to know that she cannot hide herself, അവൾക്ക് മനസ്സിലായി ഇനി എനിക്ക് മറിഞ്ഞിരിക്കാൻ वो സാധ്യമല്ല ऐसे എന്ന്. समय आ गया। അങ്ങനെ ഒരു സമയോടെ ചുറ്റി यीशु കടന്നു ने വന്നു. अभी खड़ा होके कह रहे, യേശുവോട് നിന്നുകൊണ്ട് പറയുകയാണ്, हालेलुया, मुझे कौन छुआ है? എന്നെ ആരാണ് തൊട്ടത്? Who touched me? ആരാണ് എന്നെ തൊട്ടത്? हालेलुया। आजू बाजू में जो लोग कहा, ചുറ്റും നിൽക്കുന്നവർ പറഞ്ഞു, हम सभी लोग आपको टच किया है। ഞങ്ങൾ എല്ലാരും നിന്നെ തൊട്ടു. हालेलुया। फिर आप ऐसे क्यों पूछ പിന്നെ रहे? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചോദിക്കുന്നത്? बहुत लोग यीशु को छुआ, എല്ലാരും യേശുവിനെ തൊട്ടു. लेकिन यीशु ने कह रहे, എന്നാൽ യേശു പറയുകയാണ്, कुछ लोग मुझे ऐसे छुआ, എന്നാൽ ചിലർ എന്നെ ഇങ്ങനെ തൊട്ടു. मुझसे शक्ति निकल എന്റെ गई। ഉള്ളിൽ നിന്ന് ആ ശക്തി പുറപ്പെടുന്ന പോലെ അവർ എന്നെ यीशु को തൊട്ടു. छूने वाला काफी लोग हैं। യേശുവിനെ തൊടുന്നവർ അനേകരുണ്ട്. हर व्यक्ति जब छू रहे, എല്ലാരും യേശുവിനെ തൊടുമ്പോൾ यीशु को जानते, दिस फेलो इज टचिंग मी, യേശുവിന് മനസ്സിലാകും ആരാണ് എന്നെ दिस തൊടുന്നത്. फेलो इज टचिंग ഈ मी। വ്യക്തി എന്നെ തൊടുന്നു എന്ന് യേശുവിന് लेकिन മനസ്സിലാകും. जब इस स्त्री ने यीशु को छुआ, എന്നാൽ ഈ സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ यीशु महसूस किया യേശു അനുഭവിച്ചു. इनके और पावर जा रहे, യേശു തന്റെ ഉള്ളിൽ നിന്ന് ആ she ശക്തി is getting പുറപ്പെടുന്നവൾ healed, മനസ്സിലായി. അവൾ she is getting healed। ആ സ്ത്രീ उनकी സൗഖ്യമാകുകയായി. चंगाई एक सीक्रेट है, സൗഖ്യത്തിന്റെ ഒരു രഹസ്യമാണ്. उनकी चंगाई एक सीक्रेट है। അവിടെ സൗഖ്യം ഒരു किस मकसद लेके രഹസ്യമായിരുന്നു. उन्होंने छुआ, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അവൾ തൊട്ടത്? सिर्फ वो लेडी जानते हैं, അത് അവൾക്കറിയാം. बाकी किसी को भी पता नहीं ആ है। അവിടെ കൂടി ആർക്കും അതറിയില്ല. लेकिन nothing is hidden in front of God। എന്നാൽ യേശു Hallelujah। കർത്താവിന്റെ മുന്നിൽ ഒന്നും प्रभु മറവായിരിക്കുന്നില്ല. से कुछ भी छुपा के रख नहीं ദൈവത്തിൽ നിന്ന് सकते। ഒന്നും മറച്ചു വെക്കാൻ നമുക്ക് കഴിയുകയില്ല. हालेलुया। ഹല്ലേലൂയ. जब उन्हें पता मिला, യേശുവിന് മനസ്സിലായി वो अपने आप को छुपा के रख नहीं सकते।
ആ സ്ത്രീക്ക് മനസ്സിലായി ഇനി എനിക്ക് പറഞ്ഞിരിക്കാൻ കഴിയില്ല. വചനത്തിൽ എഴുതിയിരിക്കുന്നു, वो बहुत डर के साथ में बाहर आया. അവൾ വിറച്ചുകൊണ്ട് യേശുവിന്റെ മുന്നിലേക്ക് क्यों വന്നു. डर के साथ में बाहर आया? എന്തുകൊണ്ടാണ് വിറച്ചുകൊണ്ട് വന്നത്? मैं felt that she, you know, उनको पकड़ा गया करके उनको लगा होगा. അവൾക്ക് മനസ്സിലായി ഞാൻ പിടിക്കപ്പെട്ടു. हालेलुया. रहस्य में किया है. രഹസ്യത്തിൽ ചെയ്ത കാര്യം अभी അറിഞ്ഞു यीशु മനസ്സിലായി. कैसे रेस्पॉन्ड करेगा? യേശു എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു क्या गुस्सा നമുക്കറിയില്ല. करेगा क्या? യേശു ദേഷ്യപ്പെടും. ऐसे बीमार व्यक्ति एक रब्बी को छुआ, ये सही है क्या? ഇങ്ങനെ രക്തസ്രാവമുള്ള ഞാൻ ഈ ഗുരുവിനെ തൊടുന്നത് ശരിയാണ്. और डर के साथ में उन्होंने हालेलुया आगे आके खड़ा हो गया. അതുകൊണ്ട് ആ സ്ത്രീ വളരെ ഭയത്തോടെ മുന്നിലേക്ക് കടന്നു लेकिन വരികയായി. यीशु ने उसको डांटा नहीं. എന്നാൽ യേശു അവളെ വഴക്ക് പറഞ്ഞില്ല. यीशु ने क्यों डांटा नहीं? യേശു എന്തുകൊണ്ട് അവളെ क्योंकि ശാസിച്ചില്ല? यीशु जानते हैं യേശുവിനറിയാം. विश्वास के साथ में उस महिला यीशु को छुआ. അവൾ വിശ്വാസത്തോടെ ആ സ്ത്രീ യേശുവിനെ She തൊട്ടപ്പോൾ got completely healed. അവളുടെ ജീവിതത്തിൽ പൂർണ്ണ ഒരു വിടുതൽ സംഭവിച്ചു. हालेलुया. कुछ भी यीशु से छुपा के हम कर नहीं सकते. യേശുവിൽ നിന്ന് മറച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ज़ाकियास का कहानी हम जानते हैं. നമുക്ക് സഖായിയുടെ കഥ അറിയാം. ज़ाकियास भी छुप के रहना चाहता. സഖായി മറിഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ज़ाकियास सोचा സഖായി ചിന്തിച്ചു, मुझे कोई देखना नहीं, എന്നെ ആരും കാണരുത്, लेकिन मैं प्रभु से कुछ छुपाना चाहता हूँ. എന്നാൽ ഞാൻ മറിഞ്ഞിരിക്കുവാൻ परमेश्वर के बच्चे ആഗ്രഹിക്കുന്നു. शायद आपने भी ऐसे सोचा होगा. ദൈവമക്കളെ നിങ്ങളും ചിലപ്പോൾ ഇങ്ങനെ मैं कलीसिया में जाके ചിന്തിച്ചിട്ടായിരിക്കും. कॉर्नर में बैठेगा. ഞാനൊരു ദിവസമേ പോയിട്ട് ഏറ്റവും കോർണറിൽ ഇരിക്കും. ഞാൻ അവിടെ മിണ്ടാതെ कोई मुझे മാറിയിരിക്കും. देखने ना दे. ആരും എന്നെ കാണണ്ട. मेरे समस्या को कोई जानने ना दे. എന്റെ പ്രശ്നങ്ങൾ ആരും അറിയണ്ട. हालेलुया. ഹല്ലേലൂയ. एकदम एक साइड में आके छुप के सिर झुका के बैठा होगा. ഒരു സൈഡിൽ വന്നിട്ട് നിങ്ങൾ തലകുനിച്ചിരിക്കുകയായിരിക്കാം. आपका समस्या दूसरा किसी को भी बताया नहीं നിങ്ങളുടെ होगा. പ്രശ്നങ്ങൾ നിങ്ങൾ ആരോടും ഷെയർ ചെയ്തിട്ടില്ലായിരിക്കാം. यीशु आपको देखा है. എന്നാൽ യേശു നിങ്ങളെ കാണുന്നുണ്ട്. उनसे आप छुप के रह नहीं सकते. യേശുവിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. हालेलुया. ഹല്ലേലൂയ. आज सुबह कुछ लोगों को प्रभु का आत्मा कहा है, ഇന്ന് രാവിലെ കാലം ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, आप जानने से अधिक है. നിങ്ങൾ അറിയുന്നതിനേക്കാൾ അധികമായിട്ട് आपका सारे समस्या को നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും यीशु जानते हैं യേശു കർത്താവ് അറിയുകയാണ്. और उसके पास एक सॉल्यूशन है. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് കർത്താവിന്റെ കയ്യിൽ പരിഹാരവുമുണ്ട്. आज सुबह विश्वास के साथ में उसके और आपका हाथ बढ़ाएगा तो നിങ്ങൾ ഇന്ന് രാവിലെ കാലം വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങളുടെ കരങ്ങളെ നീട്ടിക്കഴിഞ്ഞാൽ मैं विश्वास कर रहा हूँ ഞാൻ വിശ്വസിക്കുകയാണ്, एक डिवाइन हीलिंग, ഒരു ദൈവിക വിടുതല്, डिवाइन प्रोटेक्शन ഒരു ദൈവിക സംരക്ഷണം आपके ऊपर जरूर प्रकट होने നിങ്ങളുടെ മേൽ वाला है. തീർച്ചയായും കർത്താവ് അയക്കുവാനിടയാകും. शत्रु बनाया हर षड्यंत्र को प्रभु ने देखा है. ശത്രു നിങ്ങളുടെ മേലുണ്ടാക്കിയ എല്ലാ പദ്ധതികളെയും കർത്താവ് കാണുന്നു. इसलिए उस जो पद्धति और ना वो प्लानिंग है ना, एक सीक्रेट नहीं है. അതുകൊണ്ട് ആ ശത്രുവിന്റെ പദ്ധതി ഒരു സീക്രട്ട് അല്ല. नहीं है. അല്ല അങ്ങനെ. आपको मुझको जानता नहीं है क्या क्या षड्यंत्रों अपना विरुद्ध में बना के നമുക്ക് ആർക്കും അറിയില്ല നമുക്കെതിരായിട്ട് പിശാച് എന്തെല്ലാം തന്ത്രങ്ങൾ ഉണ്ടാക്കിയെന്ന്. क्या आपका हालेलुया ऑफिस में कोई आपका पीछे बात करते होगा, क्या आपको जानते हैं क्या क्या हो रहे उधर? നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും പുറകിൽ നിന്ന് സംസാരിക്കും, നിങ്ങൾ അറിയുന്നുവോ? जानता नहीं. നമ്മൾ അറിയുന്നില്ലത്. हालेलुया. बहुत बड़ा प्लानिंग बनाया होगा. നമുക്കെതിരായിട്ട് വലിയ പ്ലാനിങ് ചിലപ്പോൾ അവർ നടത്തുന്നുണ്ടായിരിക്കാം. पड़ोस में कुछ लोग ऐसे होगा. നമ്മുടെ അയൽക്കാരായ ചിലർ ഇങ്ങനെ ഉണ്ടായിരിക്കാം. अपना विरुद्ध में काम करने वाले लोग होगा. നമുക്ക് വിരോധമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. बहुत प्लानिंग कर रहे, हथियारों बना रहे. അവർ നമുക്കെതിരായിട്ട് പ്ലാനിങ് ചെയ്ത് ആയുധങ്ങൾ शैतान ഉണ്ടാക്കുന്നു. कह रहे देखो किसी को पता मिलना नहीं है, പിശാച് പറയുകയാണ് ഇത് ആരും അറിയരുത് എന്ന്. लेकिन सब कुछ यीशु को पता है. എന്നാൽ എല്ലാം നമ്മുടെ യേശു കർത്താവ് അറിയുന്നു. हेलो, सब कुछ किसको पता है? എല്ലാവർക്കും അറിയാം. आपको पता नहीं, നമുക്കറിയില്ല. यीशु को पता है. നമ്മുടെ യേശു കർത്താവിന് यीशु അറിയാം. कौन है? യേശു ആരാണ്? यीशु आपका कौन लगते हैं? യേശു നമ്മുടെ ആരാണ്? यीशु आपका कौन लगते हैं? യേശു നമ്മുടെ ആരാണെന്നാണ് നമുക്ക് തോന്നുന്നത്. लॉर्ड सेवियर और രക്ഷകൻ, सब कुछ है. നമ്മുടെ He is എല്ലാമാണ്. everything for us. वो अपना प्रोटेक्टर है. അവൻ നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. सही है ना? हम अपना रखवाली करने वाला है. നമ്മളെ സൂക്ഷിക്കുന്നവനാണ് യേശു കർത്താവ്. നമ്മുടെ ഇടയനാണ് യേശു अगर കർത്താവ്. उनको पता है तो നമ്മുടെ യേശു കർത്താവിനെ അറിയുന്നുവെങ്കിൽ हमको पता मिलने का कोई जरूरी नहीं है. യേശു കർത്താവ് അറിയുന്നുവെങ്കിൽ നമ്മൾ അറിയേണ്ട हमको ഒരു पता കാര്യവുമില്ല. मिलेगा तो हम क्या करेगा? നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? हमको पता मिलेगा तो हम क्या करेगा? നമുക്ക് വിരോധമായിട്ട് ചില കാര്യം നടക്കുന്നത് നമ്മൾ അറിഞ്ഞാൽ എന്ത് ചെയ്യും? सुबह आपको जगा के कहा बेटा നമ്മൾ രാവിലെ എഴുന്നേറ്റ് आज ऐसे ऐसे कामों तेरा विरुद्ध में होने वाला है. നിനക്ക് വിരോധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ हम तो സംഭവിക്കാൻ डर പോകുന്നു. जाएगा. हम तो डर जाएगा. നമ്മൾ ഭയപ്പെടും. हम थोड़ी पावरफुल है उसको सामना करने के നമ്മൾ लिए. ശത്രുവിനെ നേരിടുവാൻ ശക്തിയുള്ളവരല്ല. प्रभु कहेगा എന്നാൽ ദൈവം പറയും उसको कुछ भी हालेलुया मालूम नहीं होने दीजिए. उसको कुछ भी बोलना नहीं है. उसको कुछ भी बोलना नहीं है. ഒന്നും പറയണ്ട, उसको कोई भी इंफॉर्मेशन देना नहीं है. ഒരു ഇൻഫർമേഷനും കൊടുക്കണ്ട. हालेलुया.
जितने षड्यंत्र हो रहे ना, എത്രമാത്രം തന്ത്രങ്ങൾ थोड़ा भी उसको बोलने का जरूरत नहीं है, അല്പം പോലെ ആ വ്യക്തിയോട് പറയണ്ട, मैं पूरा हैंडल करें। ഞാൻ എല്ലാം അവന് വേണ്ടി ചെയ്യുവാൻ ഇടയാകും. भजन संहिता 121 में लिखा है, इस्राएल का जो रखवाली करने वाला, സംഗീതം 121 എഴുതിയിരിക്കുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ, वो सोएगा नहीं। അവൻ മയങ്ങയില്ല. आप ऐसा समझ लीजिए, एक माता पिता बच्चा को सुला के अच्छा से रखे, फिर क्या करते हैं? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരു മാതാപിതാവ് തന്റെ കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ട് उसके लिए लड़ते हैं, सही है ना? उसके लिए लड़ते हैं। അവർക്ക് വേണ്ടി പോരാടുന്നു. यीशु भी वही कर रहे हैं। യേശു അതാണ് बहुत ചെയ്യുന്നത്. बड़ा प्लानिंग मेरा विरुद्ध में बनाए, आपका विरुद्ध में बनाए। വലിയ വലിയ പ്ലാനിങ് നമുക്ക് വിരോധമായിട്ട് यीशु आके ശത്രു कहा ഉണ്ടാക്കുന്നു. नहीं, बच्चा बहुत बड़ा प्लानिंग है, യേശു तुझे जाके रहना पड़ेगा। യേശു എന്ന് പറയുകയില്ല, വലിയ പ്ലാനിങ് നിനക്ക് എതിരായിട്ടുണ്ട്, നീ കൊണ്ട് ഉണർന്നിരിക്കണം. प्रभु बोले बच्चा अच्छा से सो जाओ, ദൈവം പറഞ്ഞു, നീ നന്നായിട്ട് ഉറങ്ങ്, आराम करो, आराम करो, വിശ്രമിക്ക്, फिर जाके संभालेगा आपको। ഞാൻ ഉണർന്നതിനെ वो ना सोएगा, ഞാൻ ഉറങ്ങുന്നില്ല, वो जागृत रहेगा। ദൈവം ഉണർന്നിരിക്കും. मेरा बच्चा सो रहे, എന്റെ കുഞ്ഞു ഉറങ്ങുകയാണ്. हालेलुया। हालेलुया। उसके ऊपर मेरा नजरन रहेगा। അവന്റെ മേൽ എന്റെ ദൃഷ്ടിയുണ്ട്. हाँ, सब कुछ वो जान दे, क्या क्या प्लानिंग बना के रखा है। യേശു കർത്താവ് എല്ലാം അറിയും, നമുക്കെതിരായിട്ടുള്ള പ്ലാനിങ്ങും എല്ലാം. पतरस अच्छा से सो रहे, പത്രോസ് നന്നായിട്ട് ഇവിടെ ഉറങ്ങുകയാണ്. हालेलुया। परमेश्वर का छुटकारा का काम दूसरा साइड में हो रहे। ദൈവത്തിന്റെ വിടുതല പ്രവൃത്തികൾ മറ്റൊരു സൈഡിൽ നടക്കുകയാണ്. आज सुबह मैं कहना चाहता, मेरा ഇന്ന് രാവിലെ കാലം നിങ്ങളോട് പറയുകയാണ്, ना अभी शत्रु का पद्धतियों आपका मेरा विरुद्ध में बनने दीजिए। നമുക്ക് ഓരോരുത്തർക്ക് വിരോധമായിട്ട് ശത്രുവിന്റെ എന്തെല്ലാം പദ്ധതികൾ ഉയർന്നു अपना बाल വന്നാലും भी बिना परमेश्वर का इजाजत गिरने वाला नहीं। കർത്താവിന്റെ സമ്മതമില്ലാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും താഴെ लूका വീഴുകയില്ല. 12 में लिखा है, ലൂക്കോസ് 12 എഴുതിയിരിക്കുന്നു, हालेलुया, रहस्य में कुछ भी नहीं रख सकते। രഹസ്യത്തിൽ ഒന്നുമില്ല. लूका 12 अध्याय में क्या लिखा है? ലൂക്കോസ് 12 എന്താണ് जो പറയുന്നത്? हालेलुया कोठरी के अंदर किया वो बातों, ആ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ, कोठरी के अंदर किया वो बातों, ആ റൂമിന്റെ ഉള്ളിൽ പറഞ്ഞ वो കാര്യങ്ങൾ, मैदान में खुला बोलेगा। അത് പുറത്ത് വന്ന് ഉറക്കം വിളിച്ച് പറയും മൈതാനത്ത്. There is nothing is hidden in front of God. ദൈവത്തിന് മുന്നിൽ ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. कोठरी में छुप छुप के जो षड्यंत्र बनाते, നമ്മൾ രഹസ്യത്തിൽ പല തന്ത്രങ്ങൾ പിശാച് वो सब ഉണ്ടാക്കുന്നത്, कुछ परमेश्वर जानने वाला है। അതെല്ലാം ദൈവം और അറിയുന്നതാണ്. उसी अध्याय में ये भी बता के അതേ दिया, അധ്യായത്തിൽ ഇതും तेरा പറയുകയാണ്, बाल भी गिना गया है, നിന്റെ ഒരു മുടി പോലും तू വീഴുകയില്ല. क्यों डरना चाहिए? പിന്നെ നീ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? हालेलुया। ഹല്ലേലൂയ. मनुष्य को डरने का कोई जरूरत മനുഷ്യനെ ഭയപ്പെടേണ്ട ഒരു नहीं है। ആവശ്യമില്ല. हालेलुया। ഹല്ലേലൂയ. तो शत्रु शैतान कुछ भी काम रहस्य में कर नहीं सकते। ശത്രുവായ പിശാചിന് അതുകൊണ്ട് ഒരു കാര്യം രഹസ്യം ചെയ്യാൻ കഴിയുകയില്ല. शत्रु शैतान कुछ भी काम रहस्य में कर नहीं सकते। ശത്രുവായ പിശാചിന് ഒരു കാര്യം രഹസ്യം ചെയ്യാൻ കഴിയുകയില്ല. क्या आपको समझ में नहीं आया? നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? शत्रु शैतान कुछ भी काम रहस्य में कर नहीं सकते। ശത്രുവായ പിശാചിന് ഒരു കാര്യം രഹസ്യം ചെയ്യാൻ കഴിയുകയില്ല. आपसे छुपा के कर सकते, നമ്മളെ മറച്ച് പിശാചിന് ചെയ്യാൻ കഴിയും. लेकिन आपका चरवाहा से, എന്നാൽ നമ്മുടെ ഇടയനെ മറച്ച്, आपका स्वर्गीय पिता നമ്മുടെ से സ്വർഗീയ പിതാവിനെ മറച്ച് छुपा के മറച്ചിട്ട് कुछ भी नहीं कर सकते। പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. आपका पापा को पता है तो फिर आपको पता होने की क्या जरूरत है? നിങ്ങളുടെ പിതാവിനെ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് आपका ടെൻഷൻ? चरवाहा तो पता है तो वो संभालेगा ना। നിങ്ങളുടെ ഇടയനെ അറിയാമെങ്കിൽ നിങ്ങളുടെ ഇടയൻ നിങ്ങളെ സൂക്ഷിക്കും. आपको जानते हैं, अगर चरवाहा को पता मिला, നിങ്ങളുടെ ഇടയൻ അറിഞ്ഞുവെങ്കിൽ, हालेलुया, जंगल से सिंह आ रहे, शेर आ रहे, കാട്ടിൽ നിന്ന് സിംഹം വരുന്നു എന്ന് चरवाहा क्या करेगा? ഇടയൻ എന്ത് ചെയ്യും? भेड़ों को जल्दी उस जो शीप पेन क्या बोलते हैं, उस जो हालेलुया बैठशाला में पहुंचा देगा। ആടുകളെ എല്ലാം തന്റെ ആ ഗോശാലയിലേക്ക് കയറ്റും. खुला छोड़ेगा नहीं। देखो बहुत शेर आ रहे, क्या करेगा? जल्दी शीप पेन में बैठशाला के अंदर पहुंचा देगा ആടുകളെ എല്ലാം അതിന്റേതായ और കൂട്ടിലേക്ക് उसको അയക്കുകയാണ്. सुरक्षित रखेगा। ആടിനെ എല്ലാം उसका സുരക്ഷിതമായി दरवाजा വെക്കും. को बंद करके लॉक करके അതിന്റെ വാതിലുകളെ എല്ലാം പൂട്ടിയിട്ട് फिर उसका रखवाली करेगा। അതിനെ സംരക്ഷിക്കുകയാണ്. पेट को जानते नहीं है क्या हो रहे, ആടുകൾക്ക് മനസ്സിലാകില്ല पेट എന്ത് को इतना സംഭവിക്കുന്നു. जानते, बुलाया जल्दी अंदर जाने के लिए। ആടിന് ഇത് മാത്രം അറിയാം, ഇടയൻ വിളിച്ചു അകത്ത് കയറിയിരിക്കും. हालेलुया। ഹല്ലേലൂയ. अगर आपका पापा को पता है तो നിങ്ങളുടെ പിതാവ് എല്ലാം बस वो അറിയുമെങ്കിൽ काफी है। അത് മാത്രം മതി. अब चिंता मत करो। നിങ്ങൾ ഭാരപ്പെടേണ്ട अब मत ആവശ്യമില്ല. बोलो प्रभु मुझे जानता नहीं है क्या हो रहे। നിങ്ങൾ ഇങ്ങനെ പറയേണ്ട, കർത്താവേ ഞാൻ അറിയുന്നില്ല എന്ത് सब कुछ സംഭവിക്കുന്നു. आपको जानने का जरूरत नहीं है। നമ്മളെല്ലാം അറിയേണ്ട ഒരു सब ആവശ്യമില്ല. कुछ आपको मालूम पड़ा तो फिर डर के बैठेगा। എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയത്തോടെ ഇരിക്കേണ്ടയാ. आपको आराम से सोना है, നിങ്ങൾ बाकी पापा करेगा। ബാക്കിയെല്ലാം നമ്മുടെ പിതാവ് ചെയ്യും. हालेलुया। इसलिए परमेश्वर का वचन में लिखा है वो अच्छा नींद यूं प्रदान करने वाला അതുകൊണ്ടാണ് परमेश्वर। ദൈവം പറയുന്നത് അവൻ നല്ല ഉറക്കം നമുക്ക് തരുന്നു. ऐसे लिखा है परमेश्वर का ദൈവത്തിന്റെ वचन വചനത്തിൽ ഇങ്ങനെ में। भजन എഴുതിയിരിക്കുന്നു. संहिता 127 में क्या लिखा? സംഗീതം 127 उसका എഴുതിയിരിക്കുന്നു. भक्त को उसका प्रिय
को उन्होंने क्या करेगा, अच्छा नींद प्रदान करेगा। തന്റെ പ്രിയനോ അവൻ നല്ല ഉറക്കം കൊടുക്കുന്നു. हालेलुया। आप सो जाओ, നിങ്ങൾ ഉറങ്ങുക നന്നായിട്ട്. आप जब सोते रहेगा, നിങ്ങൾ ഉറങ്ങുമ്പോൾ, आप जब आराम करते रहेगा, നിങ്ങൾ വിശ്രമിക്കുമ്പോൾ परमेश्वर का काम आपके लिए प्रकट होगा। ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ ഇടയാകും. धन्यवाद यीशु। ഹല്ലേലൂയ. आपको बिल्कुल चिंता करने का, टेंशन लेने का जरूरत नहीं है। कैसे परमेश्वर काम करेगा, അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, ടെൻഷൻ എടുക്കേണ്ട, കർത്താവ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന്. पीछा करने वाले फरवो का सेना को हालेलुया आप डरते होगा। പുറകിൽ നമ്മളെ അനുഗമിക്കുന്ന ഫറവോന്റെ സൈന്യത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. आप सोचते होगा कैसे इसको खत्म करेगा, നമ്മൾ ചിന്തിക്കുക എങ്ങനെ ഇതിനെ തകർക്കുമെന്ന്. आप सोचते होगा हालेलुया इतना बड़ा दल मेरा विरुद्ध में आ रहा നമ്മൾ ചിന്തിക്കുക ഇത്ര വലിയ സൈന്യം എനിക്കെതിരായിട്ട് വരുന്നു. है। ये आपका प्रॉब्लम नहीं है, ഇത് നമ്മുടെ പ്രശ്നമല്ല. परमेश्वर के पास सॉल्यूशन है। ദൈവത്തിന് പരിഹാരമുണ്ടല്ലോ. परमेश्वर जानते हैं कैसे इनको डुबा सकते। ദൈവത്തിന് അറിയാം എങ്ങനെ ഈ സൈന്യത്തെ മുക്കണമെന്ന്. हालेलुया। ഹല്ലേലൂയ. ये जो लाल समुद्र पार किया ना इस्राएल का लोग है, ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നപ്പോൾ कुछ लोग ऐसे बातों विश्वास करना उनको दिक्कत होते हैं, ചിലർക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. स्पेशली जो नास्तिक लोग होते हैं। പ്രത്യേകമായിട്ട് നിരീശ്വരരായ വ്യക്തികള് वो कहेगा ऐसे कैसे हो सकता है, लाल समुद्र कैसे दो भाग में അവര് देगा? ചിന്തിക്കുക എങ്ങനെ ഈ പിന്നെ ചെങ്കടൽ രണ്ടായി മാറി. इसलिए वो അതുകൊണ്ട് लोग नया नया कहानी बनाए। അവര് പുതിയ പുതിയ കഥകൾ ये ഉണ്ടാക്കുകയാണ്. जो इस्राएल का लोग लाल समुद्र को पार किए जगह में, ഇസ്രായേൽ മക്കള് ചെങ്കടൽ കടന്ന और സ്ഥലത്ത് रेड सी नहीं था, അത് ചെങ്കടലല്ലായിരുന്നു, रेड कलर का रेड सी नहीं था, റെഡ് സീ അല്ലായിരുന്നു അത്. और रीड सी था। रीड एक तरह का आलगे, समुद्र में बैठने वाले एक ससी होते, उस सस्य का कारण से उसको रीड सी बुलाते थे। वो रीड सी था। അതൊരു റീഡ് സീ ആയിരുന്നു, ഒരു സസ്യങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. उधर ज्यादा पानी नहीं था, അവിടെ കൂടുതൽ വെള്ളമില്ലായിരുന്നു, घुटना तक पानी था। മുട്ടിന്മേൽ മാത്രം വെള്ളം. क्या बोले, सिर्फ घुटना तक। हालेलुया। इसलिए वो लोग पार किया। മുട്ടിന്മേൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവര് ഇസ്രായേൽ മക്കൾ കടന്നതെന്ന് ചില तो कोई നിരീശ്വരവാദികൾ एक പറയുന്നു. पादरी ये सीखा, എന്നാൽ ചില कोई एक पादरी अच्छा അച്ഛന്മാർ ഇത് കേട്ട് जो ചർച്ചിലെ लिबरल बातों में सीखने वाला पादरी है, मतलब थोड़ा बहुत मॉडर्न पादरी है, മോഡേൺ ആയ ഒരു ഫാദർ उसको जुना बाइबल का बात उतना विश्वास नहीं आ रहे। പഴയ നിയമത്തിലെ ബൈബിളിലെ കാര്യം അത്രയും വിശ്വസിച്ചില്ല. उन्होंने कलीसिया में उनका पारिश में कहा, बाइबल में जो लिखा हुआ बात साइंटिफिकली सही नहीं है, वो रीड सीधा। അദ്ദേഹം ചർച്ചയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ബൈബിൾ എഴുതിയിരിക്കുന്നത് സയന്റിഫിക്കലി ശരിയല്ല, മുട്ടിന്മേൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. पानी में ये लोग चल के क्या किया, ये लोग पार किए बोला। മുട്ടിന്മേൽ അത്ര മാത്രമേ വെള്ളം ഉള്ളായിരുന്നു, അത് കടന്നാണ് അവർ പോയത്. तो कलीसिया में एक दादी माँ, बुजुर्ग दादी माँ बैठी थी। എന്നാൽ ആ ചർച്ചിൽ ഒരു പ്രായമുള്ള മാതാവ് ഉണ്ടായിരുന്നു. दादी माँ उठ के बहुत बड़ा हालेलुया बोला। ആ മാതാവ് എന്നിട്ട് വലിയൊരു ഹാലേലി പറയടയായി. दादी माँ क्या कहा, उनको ज्यादा थियोलॉजी कुछ जानता नहीं है, ആ അമ്മച്ചിക്ക് വലിയ തിയോളജി ഒന്നും അറിയില്ല, ज्यादा साइंस कुछ जानता नहीं വലിയ है। ശാസ്ത്രം ഒന്നും അറിയില്ല. उन्होंने कहा धन्यवाद हालेलुया प्रभु। ആ മാതാവ് അമ്മച്ചി എന്നിട്ട് ഹല്ലേലൂയ പറഞ്ഞു. पानी में अगर प्रभु फरवो का सेना को डुबा के मार डाल सकते तो मेरा परमेश्वर कितना महान है। ആ മുട്ടിന്മേൽ മാത്രം ആ ഉള്ള വെള്ളത്തെ ഫറവോന്റെ സൈന്യത്തെ മുക്കിക്കളയാൻ ശക്തനാണ് എന്റെ ദൈവം. थियोलॉजी कहते हैं तो घुटना तक पानी ही था। മോഡേൺ തിയോളജി പറയുകയാണ് മുട്ടിന്മേൽ മാത്രമേ വെള്ളമുള്ളൂ. दादी माँ क्या कहते हैं, എന്നാൽ അമ്മച്ചി मेरा പറഞ്ഞു, परमेश्वर घुटना तक पानी में भी फरवो को डुबा सकते हैं। എന്റെ കർത്താവിന് അത്രമാത്രം ചെറിയ വെള്ളത്തിൽ പോലും ഫറവോന്റെ സൈന്യത്തെ മുക്കിക്കളയാൻ आपका ശക്തനാണ്. विरुद्ध में आने दलों को कैसे नष्ट करना आपका समस्या नहीं है, നമുക്കെതിരായിട്ട് വരുന്ന സൈന്യത്തെ എങ്ങനെ നഷ്ടമാക്കുമെന്നുള്ള उसको നമ്മുടെ कैसे डुबाना പ്രശ്നമല്ല. है आपका समस्या नहीं है। ആ സൈന്യത്തെ എങ്ങനെ മുക്കുമെന്നുള്ളത് वो നമ്മുടെ सॉल्यूशन പ്രശ്നമല്ല. सब परमेश्वर के पास है। അതിന്റെ എല്ലാ പരിഹാരവും കർത്താവിന്റെ उनके കരങ്ങളിലുണ്ട്. पास हजारों रास्ता है। നമ്മുടെ കർത്താവിന് ആയിരം വഴികളുണ്ട്. आपने कल्पना में कभी नहीं देखा वैसे रास्ता वो आज भी उनके पास है। ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത അനേക വഴികൾ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. हालेलुया। ഹല്ലേലൂയ. धन्यवाद यीशु। ഹല്ലേലൂയ. मैं एक बात आपको कहना चाहता हूँ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. अपना विरुद्ध में आ रहे बड़ा दलों को आप डरो मत। നിങ്ങൾക്ക് വിരോധമായിട്ട് വരുന്ന സൈന്യത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട. देश में काफी शक्तियों इस दिनों में हाल कलीसियों के विरुद्ध में उठ रहे, ദേശത്ത് പല ശക്തികൾ ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കെതിരായിട്ട് എഴുന്നേൽക്കുന്നു. लेकिन उसका एक सीमा है मेरा प्यारा। എന്നാൽ പ്രിയമുള്ളവരെ, അതിനെല്ലാം കർത്താവ് ഒരു അതിര് വെച്ചിട്ടുണ്ട്. कोई भी शक्ति
ഒരു ശക്തിയും परमेश्वर रखा हुआ सीमा को तोड़ नहीं सकते. ദൈവം വെച്ചിരിക്കുന്ന അതിന് കടന്നു വരുവാൻ കഴിയുകയില്ല. All that powers are limited. എല്ലാ ശക്തിക്കും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. Controlled. അതെല്ലാം നിയന്ത്രണ വിധേയമാണ്. परमेश्वर का बिना इजाजत. ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ आयुब को छोड़ आयुब का ऊंट का एक बाल को भी शैतान छू नहीं सकते. യോബിനെ മാത്രമല്ല യോബിന്റെ ഒട്ടകത്തിന്റെ ഒരു രോമത്തെ പോലും പിശാച് തൊടാൻ കഴിയുകയില്ല. हालेलुया. ഹല്ലേലൂയ. यीशु ने महायाजक प्रार्थना में क्या प्रार्थना യേശു की? മഹാപുരോഹിത പ്രാർത്ഥനയിൽ എന്താണ് मैंने इन പ്രാർത്ഥിച്ചത്? लोगों को संभाला. ഞാൻ ഇവരെ സൂക്ഷിച്ചു. उनमें से किसी को भी नष्ट होने नहीं दिया. ഇതിൽ ആരും നഷ്ടമാകുവാൻ അനുവദിച്ചില്ല. आपको जानते एक बहुत बड़ा दल विरुद्ध में आ रहे. ഒരു വലിയ സൈന്യം വിരോധമായിട്ട് വരികയാണ്. बहुत बड़ा दल. വലിയൊരു സൈന്യം. हालेलुया. यीशु की एक चेला को भी अरेस्ट नहीं किया. യേശുവിന്റെ ഒരു ശിഷ്യനെ പോലും ആ സൈന്യം അറസ്റ്റ് ചെയ്തില്ല. क्यों? എന്തുകൊണ്ട്? क्योंकि प्रार्थना का प्रोटेक्शन उनको ऊपर था. യേശുവിന്റെ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ അവരുടെ यीशु മേലുണ്ടായിരുന്നു. के लिए विश्वासी बन के प्रार्थना की उस प्रोटेक्शन उनके ऊपर था. യേശു അവർക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചു വെച്ച പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ അവർക്കുണ്ടായിരുന്നു. कुछ भी षड्यंत्र आपका विरुद्ध में बनने दीजिए. നമുക്കെതിരായിട്ട് എന്ത് തന്ത്രം മെനഞ്ഞാലും प्रभु सब कुछ देखा है. ദൈവം എല്ലാം കാണുന്നുണ്ട്. आपके लिए सीक्रेट होगा लेकिन प्रभु के लिए सीक्रेट നമുക്ക് नहीं. ആ തന്ത്രങ്ങളൊന്നും അറിയില്ലായിരിക്കാം, രഹസ്യമായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ മുന്നിലെല്ലാം ഒന്നും അറിഞ്ഞിരിക്കുന്നില്ല. हालेलुया. ഹല്ലേലൂയ. तो आप बोलो मेरा विरुद्ध में शैतान कुछ भी पद्धति बनने दीजिए. അതുകൊണ്ട് നമുക്ക് പറയാം, എനിക്ക് വിരോധമായിട്ട് പിശാച് എന്ത് തന്ത്രം ഉണ്ടാക്കിയാലും सब कुछ मेरा पापा देखा है. എല്ലാം എന്റെ പിതാവ് കണ്ടിരിക്കുന്നു. वो संभालेगा. എന്റെ പിതാവ് അതെല്ലാം നോക്കിക്കൊള്ളും. मैं निर्डर रहूंगा. ഞാൻ അതുകൊണ്ട് നിർഭയമായിരിക്കും. मुझे डरने का कोई कारण नहीं. എനിക്ക് ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. मैं खड़े खड़े होकर परमेश्वर का महिमा देखेगा. ഞാൻ നിവർന്ന് നിന്ന് കർത്താവിന്റെ മഹത്വം കാണുവാൻ मुझे कुछ ഇടയാകും. कार्य करने का जरूरत भी नहीं है. എനിക്ക് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. हालेलुया. ഹല്ലേലൂയ. धन्यवाद यीशु. और आपको जानते हैं നിങ്ങൾക്കറിയാമോ, शैतान को सब कुछ जानता नहीं है. പിശാചിന് എല്ലാം അറിയില്ല. काफी बातों शैतान का नजरों से प्रभु छुपा के रख सकते हैं. അനേക കാര്യങ്ങൾ പിശാചിനെ മറച്ചു വെക്കുവാൻ കഴിയും. आमीन. परमेश्वर सब कुछ जानते हैं നമ്മുടെ കർത്താവ് എല്ലാം അറിയുന്നു. लेकिन शैतान को सब कुछ जानता नहीं है. എന്നാൽ പിശാച് എല്ലാം അറിയുന്നില്ല. मैं एक बात आपको बोलेगा. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. आपके लिए जो छुटकारा का पद्धति परमेश्वर तैयार किया ना, നിങ്ങൾക്ക് വേണ്ടി വിടുതലിന്റെ പദ്ധതി കർത്താവ് തയ്യാറാക്കിയിരിക്കുന്നത്, आपके लिए जो सोल्यूशन परमेश्वर तैयार किया ना, നിങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരം കർത്താവ് वो തയ്യാറാക്കിയിരിക്കുന്നത്, शैतान को बिल्कुल उसके बारे में कोई पता भी नहीं है. പിശാചിനെ പറ്റി ഒരു അറിവുമില്ല. हाल शैतान सोच के बैठा होगा ऐसे ऐसे कुछ काम होने वाला है. പിശാച് ഇങ്ങനെ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. लेकिन छुटकारा का पद्धतियों को छुपा कर रखे परमेश्वर आपके लिए कुछ कार्य करेगा. വിടുതലിന്റെ പദ്ധതിയെ മറച്ചു വെച്ച് കർത്താവ് നമുക്ക് വേണ്ടി ചില കാര്യങ്ങളെ ചെയ്യും. कभी कभी आप जिस रास्ता से जा रहे वो भी शैतान का नजरों से प्रभु छुपा के रखे. ചില സമയത്ത് നമ്മൾ പോകുന്ന വഴി പോലും പിശാചിനെ മറച്ച് ये കർത്താവ് थोड़ा വെക്കും. अपना विश्वास अपना हम हजम नहीं कर सकते वैसे एक बात है. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യമാണ്. कभी हम सोचते हैं ऐसे कैसे हो सकते हैं, शैतान से कैसे छुपा के रखे. നമ്മളിങ്ങനെ ചിന്തിക്കും, പിശാചിനെ എങ്ങനെ മറച്ചു വെക്കും. कभी कभी परमेश्वर कोई मार्ग को सील करेगा. ദൈവം ചില വഴിയെ സീൽ ചെയ്തു വെക്കും. हालेलुया. शैतान को पता भी नहीं मिलेगा कौन उसमें से जा रहे. പിശാചിന് മനസ്സിലാകുക പോലുമില്ല ആരാണ് ആ വഴി കൂടി കടന്നു പോകുന്നതെന്ന്. मैं एक उदाहरण छोटा सा उदाहरण ഒരു आपको. ചെറിയ ഉദാഹരണം ഞാൻ പറയാം. यीशु का जन्म हो गया उस समय में യേശു ജനിച്ച സമയത്ത് हेरोदा राजा छोटे बच्चों को सबको मार डालने का पद्धति बनाया. ഹെരോദ രാജാവ് ചെറിയ എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ പദ്ധതി ഇട്ടു. और 2 साल से नीचे जितने बच्चों में सबको मार डालने का आज्ञा भी दिया. 2 വയസ്സ് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ പദ്ധതി ഇട്ടു. आपको जानते हैं पूरा हेरोदा का सेना बेथलेहम को घर लिया था. ഹെരോദാവിന്റെ സൈന്യം മുഴുവൻ ബേത്ലഹേമിലെ ചുറ്റി വളഞ്ഞു. बेथलेहम से बाहर जाने का हर रास्ता नाकाबंदी किया था. ബേത്ലഹേമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ വഴിയും സൈന്യം അടച്ചു. अब जरा कल्पना में देख लीजिए क्या हो നിങ്ങളത് गया. കാണുക, സങ്കല്പത്തിൽ കാണുക. पूरा बेथलेहम का छोटा बच्चों को मार डाल रहे. ബേത്ലഹേമിലെ എല്ലാ കുട്ടികളെയും കൊന്നുകളഞ്ഞു. बेथलेहम से जितना रास्ता बाहर जाता है सब नाकाबंदी है. ബേത്ലഹേമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ വഴിയും സൈന്യം അടച്ചു. हेरोदा का सेना खड़ा है सब जगह में. എല്ലായിടവും ഹെരോദാവിന്റെ സൈന്യം നിൽക്കുന്നു. हेलो, सही है क्या? ശരിയാണോ അത്? बाहर जाने का एक भी रास्ता नहीं है. വെളിയിലേക്ക് കടന്നു പോകാൻ ഒരു വഴി പോലുമില്ല. हर घर में जाके घर खोल के क्या कर रहे, बच्चों को खत्म कर रहे. ഓരോ ഭവനത്തിലും പോയിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. लेकिन जोसेफ को जगाए उससे पहले. എന്നാൽ അതിനു മുൻപേ ദൂതൻ വന്ന് യോസഫിനെ ഉണർത്തി. जोसेफ को जगाए उससे पहले. യോസഫിനെ ഉണർത്തി. हेरोदा पद्धति तैयारी करने से पहले ഹെരോദാവ് പദ്ധതി ഉണ്ടാക്കുന്നതിന് മുൻപ് स्वर्गदूत बेथलेहम में उतराया. സ്വർഗ്ഗദൂതൻ ബേത്ലഹേമിലേക്ക് कहा ഇറങ്ങി. उठो जाओ. യോസഫിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, जाओ. എഴുന്നേൽക്കുക, हाँ, देश छोड़ के जाओ. ഈ ദേശം വിട്ട് കടന്നു പോകാം. हालेलुया. हेरोदा का सेना का आंखों में इनके ऊपर गिरा नहीं.
ഹെരോദാവിന്റെ സൈന്യത്തിന്റെ കണ്ണുകൾ യോസേഫിന്റെ മേൽ ये വീണില്ല. पूरा नाकाबंदी का बीच में से ये लोग निकल गया. ആ സൈന്യത്തിന്റെ നടുവിൽ കൂടി യോസേഫ് കടന്നുപോയി. क्योंकि शत्रु को वो देख नहीं पाएगा, वैसे उसका यात्रा को प्रभु ने सील किया, കാരണം ശത്രുവിന് കാണാൻ പറ്റാത്ത രീതിയിൽ യോസേഫിന്റെ യാത്രയെ, യേശു കുഞ്ഞുമായിട്ടുള്ള യാത്രയെ കർത്താവ് സൂക്ഷിച്ചു. हाथ से छूट गया. അവരവിടെ നിന്ന് കടന്നുപോയി. हालेलुया. आपका यात्राओं को भी आप सील कर सकते हैं. അത് അങ്ങനെ നമ്മുടെ യാത്രയെ നമുക്ക് സീൽ ചെയ്യാൻ സാധിക്കും. Sometimes you have to pray in that way. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ऐसे പ്രാർത്ഥിക്കണം. प्रार्थना करना है, प्रभु जी मैं जो करने के लिए जा रहा हूँ, शत्रु उसके ऊपर उसका नजर गिरना नहीं है, सील करके मैं प्रार्थना कर. കർത്താവെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ശത്രു കാണരുത്, കർത്താവെ നീ അതിനെ സീൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. यहोवा का भक्तों जब बात कर रहे शत्रु सुनना नहीं. യഹോവഭക്തന്മാർ സംസാരിക്കുന്ന ശത്രു കേൾക്കരുത്. Sometimes when you pray, ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ आपको उस प्रार्थना का सब्जेक्ट को आप सील करके प्रार्थना कर सकते हैं. നമുക്ക് ആ പ്രാർത്ഥനയുടെ സബ്ജക്റ്റിനെ സീൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ शत्रु സാധിക്കും. शैतान इसको सुनना नहीं. ശത്രുവായ പിശാച് അതിനെ കേൾക്കരുത്. मेरा कुछ प्रेयर रिक्वेस्ट मैंने रखा, शत्रु इसको सुनना नहीं. എന്റെ ചില പ്രാർത്ഥന വിഷയങ്ങൾ ദൈവസന്നിധി വെച്ചിരിക്കുന്നു, ശത്രു അത് കേൾക്കരുത്. आशीषों को आप सील करके प्रार्थना कर सकते हैं. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നമുക്ക് സീൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ आपको കഴിയും. ऐसे प्रार्थना करना है. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. शत्रु का नजर इसके ऊपर गिरना नहीं. കർത്താവേ ശത്രുവിന്റെ കണ്ണ് ഇതിൽ We കാണരുത്. seal them, we protect them. കർത്താവേ ഞങ്ങൾ ഇതിനെ സീൽ ചെയ്ത് സംരക്ഷിക്കുന്നു. हालेलुया. ഹല്ലേലൂയ. ऐसे प्रार्थना करना शुरू करो आज से. ഇന്നു മുതൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. प्रभु मेरा आने जाने को मैं सील कर रहा हूँ. കർത്താവേ എന്റെ ഗമനത്തെ ആഗമനത്തെ ഞാൻ മുദ്രയിടുന്നു. मेरे परिवार को मैं मोहर बंद करके എന്റെ प्रार्थना कर കുടുംബത്തെ रहा हूँ. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് मेरे പ്രാർത്ഥിക്കുന്നു. बच्चों को मैं मोहर बंद करके എന്റെ प्रार्थना. കുഞ്ഞുങ്ങളെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് मेरा പ്രാർത്ഥിക്കുന്നു. ब्लेसिंग को मैं मोहर बंद करके प्रार्थना. കർത്താവ് അനുഗ്രഹങ്ങളെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് मेरे लिए പ്രാർത്ഥിക്കുന്നു. खोला नया रास्ता को मैं मोहर बंद करके എന്റെ प्रार्थना. മുന്നിലുള്ള വഴികളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. शत्रु को पता भी नहीं मिलेगा. ശത്രുവിന് മനസ്സിലാകുക പോലുമില്ല. शैतान को सब कुछ जानता नहीं. പിശാചിനെല്ലാം അറിയുകയില്ല. परमेश्वर काफी बात सीक्रेट रखा है. ദൈവം अनेक കാര്യങ്ങൾ രഹസ്യമായിട്ട് आपका വെച്ചിരിക്കുന്നു. छुटकारा का रास्ता प्रभु सीक्रेटली हालेलुया रखा है. നമ്മുടെ വിടുതലിന്റേതായ വഴിയും കർത്താവ് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു. यीशु मसीह शैतान को हरा के मानव कुल को बचाने के लिए धरती में आया. യേശു കർത്താവ് പിശാചിനെ പരാജയപ്പെടുത്തി മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്നു. शैतान को ये बात पता है. പിശാചിന് ഈ കാര്യം അറിയാം. मनुष्य का पुत्र इस काम के लिए आया, शैतान को पता है. മനുഷ്യപുത്രത്തിന് വേണ്ടി വന്നതെന്ന് പിശാചിന് അറിയാം. लेकिन शैतान को पता नहीं था എന്നാൽ പിശാചിന് അറിയില്ലായിരുന്നു ये काम यीशु कैसे करने वाला ഈ है. പ്രവൃത്തി എങ്ങനെയാണ് യേശു ചെയ്യുന്നതെന്ന്. अगर पता होते तो അങ്ങനെ മനസ്സിലായെങ്കിൽ यीशु को क्रूसीकरण को रोकने वाला था. യേശുവിന്റെ ക്രൂശീകരണത്തെ പോലും പിശാച് തടയുമായിരുന്നു. यीशु को क्रूस में चढ़ाने का सारे पद्धति शैतान बनाया. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതി ഉണ്ടാക്കിയത് പിശാചായിരുന്നു. और क्रूसीकरण होने के बाद में ക്രൂശീകരണം നടന്നതിന് ശേഷം शैतान को पता मिला പിശാചിന് മനസ്സിലായി बहुत बड़ा गलती था, यही था उसका पद्धति. എനിക്ക് തെറ്റുപറ്റി, ഇതായിരുന്നു ദൈവത്തിന് വലിയ പദ്ധതി എന്ന്. शैतान को पता मिला रे मैंने बहुत बड़ा गलती किया. പിശാചിന് മനസ്സിൽ എനിക്ക് വലിയ തെറ്റുപറ്റിയല്ലോ. ये जो क्रूसिफिक्शन था यीशु का प्लान. യേശുവിന്റെ പദ്ധതി ഇതായിരുന്നു, ക്രൂശീകരണമായിരുന്നു. शैतान को वो सीक्रेट जानता नहीं था. शैतान को वो सीक्रेट जानता नहीं था. പിശാചിന് ആ സീക്രട്ട് അറിയില്ലായിരുന്നു. इसलिए क्रूस का किनारे में खड़ा होकर लोगों का जुबान में शैतान ये शब्द डाला, അതുകൊണ്ട് ക്രൂസിന്റെ ചൂട്ടിൽ നിന്ന് तुम ജനങ്ങളുടെ മേൽ ഈ परमेश्वर का पुत्र है വാക്കിട്ടു, तो जल्दी नीचे उतरो. നീ ദൈവപുത്രനാണെങ്കിൽ बस ക്രൂസിൽ बंद ഇറങ്ങി വാ എന്ന് करो, बंद പറഞ്ഞു. करो, बंद करो. हालेलुया. शैतान को सब कुछ जानता नहीं, പിശാചിനെല്ലാം അറിയുകയില്ല. लेकिन परमेश्वर सब कुछ जानते हैं. എന്നാൽ നമ്മുടെ കർത്താവ് എല്ലാം शैतान അറിയുന്നവനാണ്. का हर पद्धतियों को परमेश्वर जानते हैं. പിശാചിന്റെ എല്ലാ പദ്ധതിയും കർത്താവിന് അറിയുന്നു. आपको आंखों की पुतलियों समान प्रभु संभाल के रखा നമ്മളെ है. ഓരോരുത്തരെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെയാണ് वचन കർത്താവ് में इसे लिखा है സൂക്ഷിക്കുന്നത്. आंखों की पुतलियों समान, വചനത്തിലെഴുതി കണ്ണിന്റെ കൃഷ്ണമണി പോലെ. क्योंकि अपने आंखों को हम कितना प्रोटेक्शन देते हैं. കാരണം നമ്മുടെ കണ്ണിന് നമ്മൾ എന്തുമാത്രം वैसे സംരക്ഷണമാണ് കൊടുക്കുന്നത്. परमेश्वर आपको उनका आंखों की पुतलियों माना है. അതുപോലെ നമ്മളെ ഓരോരുത്തരെ കണ്ണിന്റെ കൃഷ്ണമണി പോലെയാണ് കർത്താവ് കാണുന്നത്. प्रोटेक्शन आपके ऊपर दिया है. അത്രമാത്രം ദൈവിക പദ്ധതി സംരക്ഷണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. हालेलुया. प्रार्थना में रहेगा तो അത് നമ്മുടെ പ്രാർത്ഥനയോടെ आपका ഇരുന്നാൽ आशीषों को आप मोहर बंद करके प्रार्थना करेगा. നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മൾ മുദ്രയിട്ട് പ്രാർത്ഥിച്ചു शैतान കഴിഞ്ഞാൽ उसको छू नहीं पाएगा. പിശാചിന് അതിനെ തൊടുവാൻ കഴിയില്ല. हालेलुया. शैतान पद्धति बना रहे नुकसानों आपके ऊपर काम नहीं करेगा. പിശാച് ഉണ്ടാക്കുന്ന നഷ്ടങ്ങളുടെ പദ്ധതി നമ്മുടെ മേൽ സഫലമാകില്ല. शैतान को भी मालूम नहीं पड़ेगा പിശാച് പോലും അറിയുകയില്ല. परमेश्वर का कार्य कैसे आपका जीवन में प्रकट होगा. ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ धन्यवाद പ്രകടമാകുന്നത്. यीशु. कोलोसियों 3 में क्या लिखा है? കൊലോസ്യർ 3 എന്താണ് എഴുതിയിരിക്കുന്നത്? हालेलुया. मेरा प्राण मसीह यीशु में
छिपा हुआ है, എന്റെ പ്രാൺ ക്രിസ്തുയേശുവിൽ മറിഞ്ഞിരിക്കുന്നു. मेरा प्राण मसीह यीशु में छिपा हुआ है, എന്റെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു, हाइड करके रखा है. മറച്ചു വെച്ചിരിക്കുകയാണ്. My life എന്റെ ജീവൻ hidden in Christ Jesus, with Christ Jesus, ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുകയാണ്. എന്റെ ജീവൻ in God. ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. हालेलुया. मसीह यीशु के साथ में ക്രിസ്തുയേശുവിനോട് കൂടെ छुपा के रखा है. മറച്ചു വെച്ചിരിക്കുകയാണ്. वे शैतान उसको छू पाएगा क्या? शैतान उसको छू पाएगा? किसके अंदर रखा है? പിശാചിന് തൊടാൻ കഴിയുമോ? ആരുടെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്? हालेलुया. आप एक क्षण सोच लीजिए, നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. अपना कोई कीमती वाला चीज നമ്മുടെ ഏതെങ്കിലും വിലപിടിപ്പുള്ള സാധനം हम एकदम सेफ लॉकर के अंदर बंद रखने के നമ്മൾ बाद സേഫ് ലോക്കറിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. हम फिर बहुत खुश है, हम बहुत खुश है. നമ്മളപ്പോൾ വളരെ अपना സന്തോഷം. सोच क्या है, वो सुरक्षित है, നമ്മൾ ചിന്തിക്കുന്നത് സുരക്ഷിതമാണ്. लॉकर അവിടെ के अंदर बंद करके रखा है, ലോക്കറിലാണ് വെച്ചിരിക്കുന്നത്. अपना घर का एकदम सेफ जगह में रखा है, നമ്മുടെ വീട്ടിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് कोई भी വെച്ചിരിക്കുന്നു. खोल नहीं पाएगा. ആർക്കോ തുറക്കോ കഴിയുകയില്ല. बैंक के लॉकर में रखा है तो ബാങ്ക് ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ और हम खुश है, പിന്നെ നമ്മൾ क्योंकि സന്തോഷിക്കും. बैंक लॉकर हम अपने घर से सेफ है. ബാങ്ക് ലോക്കർ നമ്മുടെ വീടിനേക്കാൾ സുരക്ഷിതമാണ്. इतना ചിന്തിക്കുന്നത് सुरक्षित बातों उसके ऊपर किया है. അത്രയും സുരക്ഷിതമായ കാര്യങ്ങളോട് ഉണ്ട്. हालेलुया. स्ट्रॉन्ग रूम के अंदर रखा है. വലിയ സ്ട്രോങ് ആയ റൂമിന്റെ ഉള്ളിലാണ് അത് വെച്ചിരിക്കുന്നത്. परमेश्वर के वचन में इसे लिखा नहीं, ദൈവത്തിന് വേണ്ടി ഇങ്ങനെ എഴുതിയിട്ടില്ല स्ट्रॉन्ग रूम में रखा है. സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുന്നു എന്ന്. परमेश्वर के वचन में लिखा है, ദൈവത്തിന് വചനത്തിൽ എഴുതിയിരിക്കുന്നു परमेश्वर के अंदर रखा है. ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിന്റെ ഉള്ളിൽ स्ट्रॉन्ग വെച്ചിരിക്കുന്നു. रूम नहीं, परमेश्वर के अंदर. ദൈവത്തിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്, സ്ട്രോങ് റൂമിലല്ല. उतना स्ट्रॉन्ग रूम दूसरा कोई भी नहीं है. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലം വേറെ എങ്ങുമില്ല. परमेश्वर का अंदर जाके ദൈവത്തിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് आपको निकालने के लिए पावर किसी के हाथ में नहीं है. നിങ്ങളുടെ ജീവനെ എടുക്കുവാനുള്ള ശക്തി ആർക്കുമില്ല. हालेलुया. ഹല്ലേലൂയ. परमेश्वर के अंदर ദൈവത്തിന്റെ ഉള്ളില് छुपा के रखा है. നിങ്ങളെ മറച്ചു വെച്ചിരിക്കുന്നു. हेलो, अब समझ लीजिए, इसे पासवर्ड सब डाल के, सीक्रेट कोड सब डाल के अंदर ही अंदर रखा है. ദൈവത്തിന്റെ ഉള്ളില് പാസ്വേഡ് സീക്രട്ട് കോഡൊക്കെ ഇട്ടിട്ട് ये ദൈവത്തിന്റെ खोलने के ഉള്ളിൽ लिए മറച്ചു किसी के पास വെച്ചിരിക്കുകയാണ്. ताकत नहीं है. कोई शैतान को पता भी नहीं है ये कहाँ रखा है. ഒരു പിശാചിന് മനസ്സിലാകില്ല ഇത് എവിടെ വെച്ചിരിക്കുന്നു എന്ന്. आपका प्राण, നിങ്ങളുടെ പ്രാൺ, आपका നിങ്ങളുടെ ജീവൻ, आपका प्राण. परमेश्वर का बच्चा आज सबको प्रभु का आत्मा कह रहे हैं, ദൈവത്തിന്റെ മക്കളെ ഇന്ന് എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് हम പറയുകയാണ്. सबके प्राण के ऊपर प्रभु का एक बहुत बड़ा प्रोटेक्शन है. നിങ്ങളുടെ എല്ലാവരുടെയും ജീവന്റെ മേലെ കർത്താവിന് വലിയ സംരക്ഷണമുണ്ട്. आपको प्रभु धरती में जीने के लिए जितना समय दिया, ദൈവം നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ എത്ര സമയം തന്നിട്ടുണ്ട്. उसमें से एक सेकंड भी कम आप जीने वाला नहीं. അതിൽ ഒരു മിനിറ്റ് പോലും കുറഞ്ഞ് നമ്മൾ ജീവിക്കുകയില്ല. शत्रु कुछ भी पद्धति बनाने, ശത്രു എന്ത് പദ്ധതി ഉണ്ടാക്കിയാൽ शत्रु विजयी होने वाला नहीं, ശത്രു വിജയിക്കുകയില്ല. क्योंकि आपका प्राण शत्रु का हाथ में नहीं, കാരണം നമ്മുടെ പ്രാണൻ ശത്രുവിന്റെ കരങ്ങളിലല്ല. आपका प्राण परमेश्वर में उसके अंदर ആമേൻ. छिपा हुआ है. നമ്മുടെ ഓരോരുത്തരെയും പ്രാണൻ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു. हालेलुया. हालेलुया, आमीन. कितना लोगों का अनुभव हम सुना है, എത്ര പേരുടെ അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. कितना बड़ा मृत्यु से परमेश्वर ने लोगों को बचाया, എത്ര വലിയ മരണത്തിൽ നിന്ന് കർത്താവ് അവരെ कितना വിളിച്ചു. बड़ा हादसा से प्रभु ने आंखों के पुतलियों समान എത്ര संभाला. വലിയ അപകടങ്ങളിൽ നിന്ന് കർത്താവ് അവരെ കണ്ണിന് കൃഷ്ണൻ പോലെ സൂക്ഷിച്ചു. सिर्फ पतरस को नहीं है, सिर्फ पौलुस को नहीं है. പത്രോസിനെ അല്ല, പൗലോസിനെ മാത്രമല്ല. हालेलुया. कितना परमेश्वर के बच्चों को प्रभु आंखों की पुतली जैसे संभाला. എത്രയോ ദൈവമക്കളെ കർത്താവ് കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു. क्या आपको नहीं संभालेगा? അങ്ങനെയെങ്കിൽ നിങ്ങളെ സൂക്ഷിക്കുകയില്ലയോ? इसलिए मत डरो. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. आज इस आराधना के बाद में वापस लौटेगा. ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് മടങ്ങി सारे പോകുമ്പോൾ डर को दिल के अंदर से निकाल के जाओ. നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്ന എല്ലാ ഭയത്തെയും നിങ്ങൾ മാറ്റുക. उस जगह में जहां हम आपको बिठाया है, നിങ്ങൾ എവിടെയാണോ ഇരുത്തിയിരിക്കുന്നത് उस जगह में कोई डर का स्थान नहीं है. അവിടെ ഭയത്തിനൊരു സ്ഥാനവുമില്ല. जो सर्वशक्तिमान परमेश्वर का छाए हुए स्थान में टिकाना पाए वह लोगों को डर का कोई जगह स्थान उधर है नहीं है. അത്യുന്നതന്റെ മറയിൽ വസിക്കുന്ന നമുക്ക് ആർക്കും ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. जिसको उसका पंखों के नीचे रखा है उसको कोई डरने का कारण नहीं है. അവന്റെ ചിറകിന്റെ മറയിൽ മറച്ചിരിക്കുന്ന നമുക്ക് ഭയത്തിന്റെ ആവശ്യമില്ല.
पिछले 2-3 हफ्ते से प्रभु का आत्मा कह रहे सारे डर को हमें अपना दिल से निकालना है. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് എല്ലാ ഭയത്തെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുക. आज अगर आपका किसी के दिल के अंदर थोड़ा सा डर है तो നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ ഇന്ന് അല്പമെങ്കിലും ഭയമുണ്ടെങ്കിൽ उसको निकालो. അതിനെ എടുത്ത് കളക. प्रभु आपके लिए है. ദൈവം നിങ്ങൾക്ക് വേണ്ടി आपका ഉണ്ട്. प्राण उसमें छुपा हुआ है. നിങ്ങളുടെ ജീവൻ അവനിൽ മറിഞ്ഞിരിക്കുകയാണ്. शत्रु कुछ भी नहीं कर सकते ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. बिना परमेश्वर का इजाजत. കർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ शत्रु का कोई भी पद्धति आपके ऊपर कामयाबी होने वाला नहीं ശത്രുവിന്റെ है. ഒരു പദ്ധതി നമ്മുടെ മേൽ സഫലമാകില്ല. आपका माँ का कोख के अंदर ही आपको चुना परमेश्वर. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മളെ തെരഞ്ഞെടുത്ത കർത്താവ്. हालेलुया. आपका माँ का कोख के अंदर आपको रूप दिया परमेश्वर. നമ്മളെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ നമുക്ക് രൂപം തന്ന आपको കർത്താവ്. बनाया परमेश्वर. നമ്മളെ നിർമ്മിച്ച जिस കർത്താവ് मकसद रख के आपको बनाया എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് उन നമ്മളെ सारे നിർമ്മിച്ചത്? मकसदों को प्रभु पूरा करेगा. ആ ഉദ്ദേശം എല്ലാം കർത്താവ് പൂർത്തിയാക്കുവാൻ ഇടയാകും. हाँ, कौन बोला आपको अधूरा होने वाला है? ആരാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടേതായ शत्रु കാര്യങ്ങൾ चाहते ശത്രു ഇത് ആഗ്രഹിക്കുന്നു. आधा रास्ता में खत्म करना चाहता है. പകുതി വഴി നമ്മളെ നശിപ്പിക്കാൻ പിശാച് लेकिन ആഗ്രഹിക്കുന്നു. परमेश्वर के अंदर आपको छुपा के रखा है तो ദൈവത്തിന്റെ ഉള്ളിൽ നിങ്ങളെ മറച്ചു शत्रु വെച്ചിരിക്കുകയാണെങ്കിൽ का वो कोई पद्धति पूरा होगा नहीं. ശത്രുവിന്റെ ഒരു പദ്ധതിയും പൂർത്തിയാകില്ല. हालेलुया हालेलुया हालेलुया. ആമേൻ, ഹല്ലേലൂയ. इस वचन जब आप सुनेगा, ഈ വചനം നിങ്ങൾ കേൾക്കും. इस वचन को स्वीकार करके ഈ വചനം നിങ്ങൾ സ്വീകരിച്ച് उस बल के साथ में, उस छुटकारा के साथ में वापस लौटना है. ഈ ബലത്തോടെ വിടുതലോടെ വേണം നമ്മൾ മടങ്ങി പോകുവാൻ. धन्यवाद यीशु, धन्यवाद यीशु, धन्यवाद यीशु, धन्यवाद यीशु. ओ हालेलुया. शमन रमदन. जर्मिया को क्या प्रभु ने कहा? യെരമ്യാവിനോട് എന്താണ് കർത്താവ് പറഞ്ഞത്? तेरा माँ के कोख के अंदर നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ मैंने तुझे चुना है. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. मैं तुझे रूप दिया है. ഞാൻ നിനക്ക് രൂപം തന്നു. मैं तुझे अभिषेक किया. ഞാൻ നിന്നെ അഭിഷേകം ചെയ്തു. उसके बाद में അതിനുശേഷം जर्मिया को खत्म करने के लिए कितना बार षड्यंत्रों बनाया. യെരമ്യാവിനെ തകർക്കുവാൻ എത്രയോ പ്രാവശ്യം തന്ത്രങ്ങൾ ഉണ്ടാക്കി. जर्मिया को एक ऐसे कुआं में डाला. आपको जानते हैं ना, യെരമ്യാവിനെ ഒരു കിണറ്റിലിട്ടു. उसमें से बाहर आना मुश्किल है. അത് പുറത്തു വരാൻ ബുദ്ധിമുട്ടാണ്. लेकिन परमेश्वर उसमें से उसको खींच के निकाला. എന്നാൽ ദൈവം ആ കിണറ്റിൽ നിന്ന് യെരമ്യാവിനെ പുറത്തെടുത്തു. मालूम है ना घटना? आपको मालूम है ना? നിങ്ങൾക്കറിയാം ആ സംഭവം. साधु सुंदर सिंह करके परमेश्वर का दास के बारे में कितना लोग सुना है? സാധു സുന്ദർ സിംഗ് എന്ന भारत में पंजाब में भक्तने जिया, पटियाला परमेश्वर का करी। बहुत बड़ा दास है. ഭാരതത്തിൽ പഞ്ചാബ് ജീവിച്ച ദൈവത്തിന്റെ വലിയ ഭക്തനായിരുന്നു. एक बहुत बड़ा एक संत व्यक्ति था साधु सुंदर सिंह. വലിയ ഒരു വിശുദ്ധനായ ഒരു വ്യക്തിയായിരുന്നു സാധു സുന്ദർ സിംഗ്. साधु सुंदर सिंह एक बार तिब्बत में सुसमाचार का सेवकाई के लिए गया. ടിബറ്റിൽ അദ്ദേഹം ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. तिब्बत में बुद्धिज्म का बहुत बड़ा पावर होते हैं. ടിബറ്റിലെ ബുദ്ധിസത്തിന് വളരെ ശക്തിയുള്ള സ്ഥലമാണ്. तिब्बत का लामा लोग होते हैं, लामा. ടിബറ്റിൽ ലാമ എന്ന് പറയുന്ന साधु सुंदर വ്യക്തികളുണ്ട്. सिंह को पकड़ कर സാധു സുന്ദർ സിംഗിനെ അവർ പിടിച്ചിട്ട് ऐसे एक कुआं के अंदर डाल दिया, ഒരു കിണറ്റിനുള്ളിൽ അവർ ഇടുവായി. गड्ढा के अंदर डाल दिया ഒരു പൊട്ടക്കിണറ്റിലിട്ടു. और उसको ऊपर एक ढक्कन से बंद कर दिया, ആ കിണറിനെ ഒരു വിരി വെച്ച് മൂടിക്കളഞ്ഞു. लॉक कर दिया. എന്നെ ലോക്ക് ചെയ്തു ആ इस കിണർ. कुआं के अंदर वो पड़ा है. कुआं का मुंह को क्या किया? एक बहुत बड़ा लोहा का ढक्कन से बंद कर ആ കിണറ്റിലെ സുന്ദർ സിംഗിനെ ഇട്ടിട്ട് അത് ആ കിണർ മൂടുവാനിടയായി. दिया. लेकिन എന്നാൽ सुंदर सिंह को उस कुआं से प्रभु ने बाहर लाया. എന്നാൽ സുന്ദർ സിംഗിനെ കർത്താവ് ആ കിണറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ऐसे स्वर्गदूत होगा आके ये ढक्कन खोला സ്വർഗദൂതം കിണറിന്റെ പൂട്ട് और തുറന്നിട്ട് एक रस्सी नीचे डाल के दिया. ഒരു കയറിട്ട് वो കൊടുത്തു. रस्सी में पकड़ के ऊपर आया. ആ കയറി പിടിച്ച് സുന്ദർ സിംഗ് പുറത്തു कोई വന്നു. नहीं है. അവിടെ വെളിയിൽ വന്നപ്പോ सुंदर ആരുമില്ല. सिंह को उधर से अपना प्राण बचा के वो हाल भाग गया. സുന്ദർ സിംഗ് അവിടെ നിന്ന് ഓടിപ്പോവാനിടയായി. परमेश्वर के दासों के लिए इसे प्रभु ने काम किया है. എല്ലാം ഇങ്ങനെയുള്ള അനേക ദേവദാസന്മാർക്ക് കൊണ്ട് ദൈവം ഇങ്ങനെ आपके लिए ചെയ്തിട്ടുണ്ട്. नहीं काम करे. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യില്ലേ? साधु सुंदर सिंह एक बार एक जंगली जगह में आ पहुंचा. ഓ സാധു സുന്ദർ സിംഗ് ഒരു ദിവസം ഒരു കാട്ടുപ്രദേശത്ത് എത്തിയപ്പോൾ बहुत रात हो गई, इसलिए उन्होंने एक गुहा देखा. गुहा के अंदर जाके सोया. വളരെ രാത്രി ആയതുകൊണ്ട് ഒരു ഗുഹ കണ്ടപ്പോൾ അതിൽ പോയി കിടന്നുറങ്ങി. सुबह जाके उठा तो രാവിലെ എഴുന്നേറ്റപ്പോൾ उन्होंने क्या देखा मालूम है? സുന്ദർ സിംഗ് എന്താണ് वो കണ്ടത്? एक शेर का मांद में सो रहे. ഒരു സിംഹത്തിന്റെ ഗുഹയിലാണ് താൻ ഉറങ്ങിയത്. बड़े बड़े शेरों उसके अंदर सो रहे. വലിയ വലിയ സിംഹങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. सिर्फ दानियल नहीं है, ഇത് ദാനിയേലിന് മാത്രമല്ല साधु ശ്രമത്തിലുള്ളൂ. सुंदर सिंह का जीवन का अनुभव है. സാധു സുന്ദർ സിംഗിന്റെ ജീവന്റെ क्या അനുഭവം ഇതാണ്. सिंह का मुंह को प्रभु बंद कर सकते हैं? സിംഹത്തിന്റെ വായ കർത്താവിന് അടയ്ക്കാൻ സാധിക്കുമല്ലോ. आपके लिए भी कर सकते हैं. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. साधु सुंदर सिंह का और एक अनुभव है. സാധു സുന്ദർ സിംഗിന്റെ മറ്റൊരു അനുഭവം. साधु सुंदर सिंह चलते चलते यात्रा करके एक एक गांव में जाकर
सेवकाई कर रहे हैं। സുന്ദർ സിംഗ് നടന്ന് നടന്ന് ഓരോരോ ഗ്രാമത്തിൽ പോയി കർത്താവിന്റെ വേല ചെയ്യുന്ന വ്യക്തിയായി. वैसे ही एक जंगली जगह से यात्रा कर रहे थे। ആ വനപ്രദേശങ്ങളിൽ കൂടിയൊക്കെ യാത്ര ചെയ്തപ്പോൾ एक बहुत बड़ा नदी पार करना है। വലിയൊരു നദി കടന്നു വേണം नदी പോകാൻ. में बाढ़ का पानी बह रहे, നദിയിൽ വെള്ളപ്പൊക്കം और മൂലം रात बहुत हो रही। രാത്രി വളരെയായി. नदी पार करके एक गांव में पहुंचना चाहिए, इस तरफ जंगल है, നദി കടന്ന് ഒരു ഗ്രാമത്തിലെത്തണം. മറു സൈഡിൽ जंगल വലിയ में रात വനമാണ്. बिता नहीं सकते। രാത്രിയിൽ കാട്ടിൽ താമസിക്കാൻ കഴിയില്ല. साधु सुंदर सिंह क्या देखा मालूम है? സുന്ദർ സിംഗ് എന്താണ് एक കണ്ടത്? बहुत बड़ा हाइट वेट वाला आदमी आया ഒരു വലിയ ഹൈറ്റ് ഉള്ള ഒരു വ്യക്തി और വന്നു. उसको शोल्डर में उठा के സുന്ദർ സിംഗിനെ ഷോൾഡറിൽ എടുത്തുകൊണ്ട് नदी को पार किया ആ നദിയെ കടന്നു और പോവാൻ उस साइड छोड़ दिया। ആ മറ്റേ സൈഡിൽ और എത്തിച്ചു. मुड़ के देखेगा तो उस व्यक्ति उधर है नहीं। തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു വ്യക്തി അവിടെ കണ്ടില്ല. क्या ये आपके साथ में नहीं होने वाला? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതം കർത്താവ് परमेश्वर का ചെയ്യില്ലേ? बच्चा, आपका प्राण प्रभु में छुपा के रखा है। ദൈവമക്കളെ, നിങ്ങളുടെ ഓരോരുത്തരും ജീവൻ കർത്താവിൽ മറിഞ്ഞിരിക്കുന്നു. स्वर्गदूतों को प्रभु आज्ञा देगा। സ്വർഗ്ഗദൂതന്മാർ കർത്താവ് ആജ്ഞ കൊടുക്കും. भजन संहिता 91 में क्या लिखा है? സംഗീതം 91 എന്താണ് Oh, it എഴുതിയിരിക്കുന്നത്? is written, God will command his angels. തന്റെ ദൂതന്മാരോട് കർത്താവ് കൽപ്പിക്കും. God will command his angels for you. നിനക്ക് വേണ്ടി കർത്താവ് തന്റെ God ദൂതന്മാരോട് will command his കൽപ്പിക്കും. angels for you. നിനക്ക് വേണ്ടി തന്റെ ദൂതന്മാരോട് God will command his angels for you. നിനക്ക് വേണ്ടി തന്റെ Come on, ദൂതന്മാരോട് church, I'm preaching something. God will command his angels for you. കർത്താവ് നിനക്ക് വേണ്ടി തന്റെ ദൂതന്മാരോട് He will command his angels concerning you to guard you. Hama shakamana ramshel kamana talia badakar ramshel kamane स्वर्ग आज्ञा देगा, स्वर्ग आज्ञा देगा, സ്വർഗം കൽപ്പിക്കും. स्वर्ग उसको दूतों को आज्ञा देगा। സ്വർഗം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. मेरा बच्चा सो रहे शेर का मांद में, എന്റെ കുഞ്ഞ് സിംഹത്തിന്റെ ഗുഹയിൽ ഉറങ്ങുന്നു. जाके उसका मुंह को बंद करो। നീ പോയിട്ട് ദൂതൻ പോയിട്ട് ആ दानियल के സിംഹത്തിന്റെ लिए വായ सुबह അടയ്ക്കുക. का मांद में उतराया स्वर्गदूतों, ദാനിയേലിന് വേണ്ടി ആ സിംഹത്തിന്റെ ഗുഹയിൽ ഇറങ്ങിയ സ്വർഗ്ഗദൂതന്മാർ आपके लिए भी നമുക്കൊരു 21वां शतक में 21ാം നൂറ്റാണ്ടിൽ आपके लिए भी उतराएगा। നമുക്ക് വേണ്ടി സ്വർഗ്ഗദൂതൻ आपका विरुद्ध में बोलने वाला मुंह को बंद करने के लिए। നമുക്ക് വിരോധമായി തുറക്കുന്ന വായ हल्मा नमा शखना रमशल कमना, ഹല്ലേലൂയ ആമേൻ. विश्वास के साथ में आज्ञा देगा। വിശ്വാസത്തോടെ നിങ്ങൾ उस सिंहों का मुंह को बंद करने वाला परमेश्वर है। സിംഹത്തിന്റെ വായ അടയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. इब्रानियों 11 अध्याय में लिखा है, എബ്രായർ 11 इब्रानियों 11 अध्याय में लिखा है, എബ്രായർ 11 विश्वास के साथ में വിശ്വാസത്തോടെ कुछ लोग सिंहों का मुंह को बंद किया। ചിലര് സിംഹത്തിന്റെ വായ क्या അടച്ചു. आप विश्वास के साथ में आज सिंहों का मुंह को बंद करेगा? നമ്മൾ വിശ്വാസത്തോടെ സിംഹത്തിന്റെ വായ क्या आपको लग അടച്ചാൽ रहा है कोई सिंहों आपको खाने के लिए मुंह खोला है? നിങ്ങൾക്ക് തോന്നുകയാണ് ചില സിംഹങ്ങൾ എന്നെ Oh, വിഴുങ്ങുവാൻ വേണ്ടി വായ തുറക്കുന്നു. hallelujah, 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 hallelujah. ഹല്ലേലൂയ ആമേൻ. Activate your faith. നിങ്ങളുടെ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യുക. आपका faith को activate करो। നിങ്ങളുടെ വിശ്വാസത്തെ ആക്ടിവേറ്റ് बोलना शुरू ചെയ്യുക. करो, यीशु नासरी के नाम में നിങ്ങൾ പറയാൻ തുടങ്ങുക, मैं सिंहों का യേശുവിന്റെ मुंह നാമത്തിൽ को बंद करके ഞാൻ प्रार्थना സിംഹത്തിന്റെ करता വായ അടച്ച് പ്രാർത്ഥിക്കുന്നു. हूं। शमना रमशल कमना रमशल कमना, ആമേൻ. ഹല്ലേലൂയ. हालेलुया। सिंहों का मुंह को बंद किया विश्वास के साथ में। വിശ്വാസത്തോടെ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. हालेलुया। आग का ओस को उन्होंने क्या किया? रद्द किया। വിശ്വാസത്താൽ ആ തീയുടെ ബലത്തെ കെടുത്തി आज കളഞ്ഞു. सुबह आग का ओस को हम रद्द करके प्रार्थना ഇന്ന് करते। രാവിലെ കാലം നമ്മൾ വിശ്വാസത്തോടെ തീയുടെ ബലത്തെ കെടുത്തി പ്രാർത്ഥിക്കും. आपका मेरा विरुद्ध में षड्यंत्र बनाने वाला നമുക്ക് വിരോധമായിട്ട് തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. सारे आग का ओस को हम रद्द करके प्रार्थना करते। എല്ലാ തീയുടെ ബലത്തെയും നമ്മൾ റദ്ദ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. हालेलुया। ഹല്ലേലൂയ. धन्यवाद यीशु। നന്ദി കർത്താവേ. आग का ओस कम नहीं हुआ होगा, തീയുടെ ബലം ചിലപ്പോൾ കുറഞ്ഞു കാണില്ല. लेकिन बर्दाश्त करने का ताकत बढ़ गया। എന്നാൽ അതിനെ സഹിക്കാനുള്ള ശക്തി നമുക്ക് सही है ना? आग का ओस तो ऐसे ही था, തീയുടെ ബലം 7 गुना बढ़ाया लिखा है। 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. आग का ओस 7 गुना बढ़ाया, തീയുടെ ബലം 7 ഇരട്ടി 7 വർദ്ധിപ്പിച്ചു. गुना समस्या बढ़ाया, 7 ഇരട്ടി പ്രശ്നം 7 गुना വർദ്ധിച്ചു. सताव का काम बढ़ाया, 7 ഇരട്ടി ഉപദ്രവം 7 കൂടി. गुना शत्रु पद्धति नया बनाया। 7 ഇരട്ടിയായിട്ട് ശത്രു പുതിയ പദ്ധതി ഉണ്ടാക്കി. वो उठा के लेके गया, वो लोग मर गया। इसका मतलब आग का ओस बढ़ा है, ആ എടുത്തുകൊണ്ടുപോയ ശത്രുഘ്നെ മേശനെ കൊണ്ടുപോയവര് ചാമ്പലായി लेकिन തീർന്നു. तेरा बर्दाश्त करने का सामर्थ्य 7 गुना बढ़ गया है। എന്നാൽ നിനക്കുള്ള ശക്തി 7 ഇരട്ടി കർത്താവ് വർദ്ധിപ്പിച്ചു. अग्नि तुझे भस्म नहीं करने वाला, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. नदी तुझे डुबाने वाला നദി नहीं। നിന്നെ മുക്കിക്കളയുകയില്ല. ओ बर्दाश्त करने का सामर्थ्य। നിന്റെ ശക്തി കൂടി शमना रब्तने हल्ता लमा शकने। ഹല്ലേലൂയ ആമേൻ ആമേൻ. परमेश्वर का बच्चा आपको मुझको
सहने का, बर्दाश्त करने का एक अलग सा सामर्थ्य प्रभु देने वाला है। ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും നേരിടുവാനുള്ള ഒരു പ്രത്യേക ശക്തി കർത്താവ് തരും. प्रभु आपके लिए मेरे लिए कवच बनने वाला है, ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു एक കവചം सुरक्षा का कवच बनने वाला है, സുരക്ഷിതമായ ताकि उस ओस हमें लगने वाला नहीं। അതുകൊണ്ട് ആ തീയുടെ ബലം നമ്മളെ ബാധിക്കില്ല. तेरे शत्रु का निशाना, हालेलुया, तेरे शत्रु का निशाना तुझ पर होगा ना सफल, तेरे शत्रु का निशाना थैंक यू जीसस तुझ पर होगा ना सफल, आँखों की पुतली जैसे वो रखेगा तुझे हर पल, आँखों की पुतली जैसे वो रखेगा तुझे हर पल, गिर गिर के स्तुति करूं बेशुमार तेरे दानों के लिए, अब तक तूने संभाला मुझे अपने बाहों में लिए हुए यीशुआ, अब तक तूने संभाला मुझे अपने बाहों में लिए हुए, तेरे शत्रु का निशाना तुझ पर होगा ना सफल, तेरे शत्रु का निशाना प्रभु तुझ पर होगा ना सफल, आँखों की पुतली जैसे वो रखेगा तुझे हर पल, आँखों की पुतली जैसे वो रखेगा तुझे हर पल, गिर गिर के स्तुति करूं बेशुमार तेरे दानों के लिए, अब तक तूने संभाला मुझे अपनी बाहों में लिए हुए यीशुआ, अब तक तूने संभाला मुझे अपनी बाहों में लिए हुए, अब तक तूने संभाला मुझे अपने बाहों में लिए हुए। भजन संहिता 91 में क्या लिखा है? സംഗീതം 91 എന്താണ് ഇത്? God will command his angels, കർത്താവ് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. आपके बारे में आज्ञा देगा। നമുക്ക് വേണ്ടി അവൻ ആജ്ഞ കൊടുക്കും. मेरा बच्चा बहुत समस्या से गुजर रहे हैं, എന്റെ കുഞ്ഞ് ചില പ്രശ്നങ്ങളിൽ കൂടി मेरा बच्चा कभी तो तुम्हें बहुत बड़ा षड्यंत्र हो रहे हैं। എന്റെ മക്കൾക്ക് വിരോധമായിട്ട് അനേകം പദ്ധതി God will ഉണ്ടാകും. send his angels, കർത്താവ് തന്റെ ദൂതന്മാരെ അയക്കും. God will send his angels കർത്താവ് തന്റെ ദൂതന്മാരെ उस അയക്കും कारागृह को खोलने के ആ लिए। കാരാഗൃഹത്തെ തുറക്കുവാൻ വേണ്ടി. Oh hallelujah, thank you Holy Spirit. Shamana ramtane ragadal kadaga shantane, शत्रु हानि के लिए पद्धति तैयारी करेगा, ശത്രു ആപത്തിനുമായിട്ട് ചില പദ്ധതി തയ്യാറാക്കുമ്പോൾ लेकिन आपका प्राण को नष्ट होने के लिए नहीं देगा। എന്നാൽ കർത്താവ് നമ്മുടെ പ്രാണനെ നഷ്ടമാക്കാൻ അനുവദിക്കും. यिर्मयाह भविष्यद्वक्ता का माँ का कोख के अंदर ही प्रभु ने उसको चुन के कहा, मैंने तुझे चुना है। യിരെമ്യാവിന്റെ മാതാവിന്റെ ഉദരത്തിൽ വെച്ച് യിരെമ്യാവിനെ തെരഞ്ഞെടുത്ത് പറഞ്ഞു. उसका कुआं में डाला, യിരെമ്യാവിനെ കിണറ്റിലിട്ടു, उधर से बचाया। അവിടെ നിന്ന് കർത്താവ് വിടുവിച്ചു. और आपको जानते हैं उसके बाद में देश का राजा उसको मार डालने का प्लानिंग किया। അതിനുശേഷം ദേശത്തിലെ രാജാവ് യിരെമ്യാവിനെ കൊല്ലുവാൻ പദ്ധതി ഉണ്ടാക്കി. उन्होंने लिखा हुआ पुस्तकों को पूरा जला डाला। യിരെമ്യാവ് ഉണ്ടാക്കിയ പുസ്തകങ്ങളെ ചുരുളുകളെ കത്തിച്ചു കളഞ്ഞു. सही है ना?
परमेश्वर उस पुस्तक को संभाल नहीं सकते? ദൈവത്തിന് ആ പുസ്തകത്തെ സൂക്ഷിക്കാൻ കഴിയില്ലായിരുന്നു? संभाल सकते हैं। സൂക്ഷിക്കാമായിരുന്നു. परमेश्वर को जानते हैं, എന്നാ ദൈവത്തിന് അറിയാം, वो पुस्तक गया तो भी चलेगा, ആ ചുരുള് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. इसका प्राण बाकी है तो, അവന്റെ പ്രാണൻ ബാക്കിയാണെങ്കിൽ, इसका वायदा बाकी है तो, വാഗ്ദത്തങ്ങൾ ये ബാക്കിയാണെങ്കിൽ इससे अच्छा पुस्तक लिखेगा। യിരെമ്യാവിന് ഇതിലും നല്ല ചുരുളുകൾ ഉണ്ടാക്കുവാൻ കഴിയും. पुस्तक से बड़ा है प्राण, പുസ്തകത്തെക്കാൾ बाकी വലുതാണ് सब പ്രാണൻ. कुछ शैतान नष्ट कर सकते हैं, ബാക്കി എല്ലാം പിശാച് अपना നഷ്ടമാക്കിയാലും सब कुछ शैतान लेके जा सकते हैं। എല്ലാം പിശാച് കൊണ്ടുപോകാൻ കഴിയും. इसलिए परमेश्वर आयुब को कहा, എന്നാൽ आयुब അതുകൊണ്ട് का बारे में कहा, ഇയ്യോബിനെ പറ്റി ദൈവം उसका പറഞ്ഞു, प्राण छोड़ के सब कुछ ले लो। ഇയ്യോബിനെ പ്രാണനെ ഒഴിച്ച് ബാക്കി എല്ലാം प्राण കൊണ്ടുപോ. बाकी है तो പ്രാണൻ ബാക്കിയാണെങ്കിൽ 2 गुना बाकी सब कुछ देने के लिए परमेश्वर विश्वास योग्य है। കർത്താവ് രണ്ടിരട്ടി എല്ലാം മടക്കി കൊടുക്കുക. കർത്താവ് इसलिए വിശ്വസ്തനാണ്. शैतान कुछ भी धमकी देने दीजिए, അതുകൊണ്ട് പിശാച് എന്ത് ഭീഷണി तेरा മുഴക്കിയാലും नौकरी नष्ट हो जाएगा, तेरा നിന്റെ बिजनेस ജോലി बंद हो जाएगा, നഷ്ടമാകും, ബിസിനസ് നഷ്ടമാകും. आपको बोलना है നിങ്ങൾ പറയണം, जब तक मेरा प्राण बाकी है, എപ്പോൾ വരെ എന്റെ പ്രാണനുണ്ടോ परमेश्वर का वायदों बाकी है, ദൈവത്തിന്റെ വാഗ്ദത്തം मेरा माँ का कोख के അവശേഷിക്കും. अंदर मुझे बनाया पद्धति बाकी है, എന്റെ മേലുള്ള പദ്ധതി हाँ वो ബാക്കിയാണ്. काफी है, അത് മാത്രം वो മതി काफी എനിക്ക്. है। അത് മാത്രം മതി हालेलुया, എനിക്ക്. परमेश्वर मेरे लिए कार्य करेगा। ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. हाँ हालेलुया, उनका पद्धतियों अधूरा नहीं रहेगा। ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും परमेश्वर പൂർത്തിയാവാതിരിക്കുകയില്ല. मेरे जीवन में काम करेगा, ദൈവം എന്റെ ജീവിതത്തിൽ मैं പ്രവർത്തിക്കും. निर्डर रहूंगा, ഞാൻ നിർഭയമായി വസിക്കും. शत्रु का हालेलुया आंखों मेरे ऊपर गिरेगा नहीं, ശത്രുവിന്റെ ദൃഷ്ടി എന്റെ മേൽ मेरे प्राण പതിയില്ല. को छुपा के रखेगा। എന്റെ പ്രാണനെ കർത്താവ് മറച്ചു वजह വെക്കും. संगीत 91 में लिखा है, मेरा निमित्त तो स्वर्गदूतों को आज्ञा देगा। സംഗീതം 91 പറയുന്നു, എന്റെ നിമിത്തം അവൻ ദൂതന്മാരോട് കൽപ്പിക്കും. Can you believe that? നിങ്ങൾ വിശ്വസിക്കുന്നു? Heaven is going to command angels for you. സ്വർഗം നിനക്ക് വേണ്ടി ദൂതന്മാരോട് കൽപ്പിക്കും. बोलेगा मेरा बच्चा का आगे जाइए। ദൈവം ദൂതന്മാരോട് പറയും, എന്റെ മക്കൾക്ക് മുന്നായി നടക്കാം. हालेलुया। आपको जानते हैं कितना दूतों को अपने लिए प्रभु भेजा है? നമുക്കറിയാമോ എത്രയോ ദൂതന്മാരെ നമുക്ക് വേണ്ടി കർത്താവ് आज അയച്ചു. सुबह आप घर से निकला ना, നമ്മൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് कितने ഇറങ്ങിയപ്പോൾ स्वर्गदूतों आपके साथ में ट्रैवल कर रहे थे। നമ്മുടെ കൂടെ സ്വർഗദൂതന്മാരെ കടന്നു आपको വരികയായിരുന്നു. जानते हैं इस आराधना इधर हो रहे, നമുക്കറിയാമോ ഈ ആരാധന ഇവിടെ നടക്കുമ്പോൾ पूरा इलाका में स्वर्गदूतों आके खड़ा है, ഏരിയയിൽ അന്തരീക്ഷത്തിൽ എല്ലാ സ്വർഗദൂതന്മാരുണ്ട്. हमें देखने का जरूरत नहीं है। നമ്മൾ കാണേണ്ട ആവശ്യമില്ല. इधर परमेश्वर का बच्चों इकट्ठा हो गया है, ഇവിടെ ദൈവമക്കൾ കൂടിയിരിക്കുന്നു. हजारों हजारों स्वर्गदूतों उतर के खड़ा है। ആയിരക്കണക്കിന് ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. शैतान इस सामर्थ्य को धक्का मार के निकाल दिया है। പിശാചിന്റേതായ ശക്തികളെ എല്ലാം എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട്. हालेलुया। ഹല്ലേലൂയ. स्पेशल प्रोटेक्शन के बारे में प्रभु का आत्मा कह रहे हैं। പ്രത്യേക പ്രൊട്ടക്ഷനെ പറ്റിയാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. परमेश्वर के बच्चों इस वचन को आप स्वीकार करेगा। ദൈവത്തിന്റെ മക്കളെ ഈ വചനത്തെ നിങ്ങൾ एक क्षण സ്വീകരിക്കുമ്പോൾ प्रभु की उपस्थिति में खड़ा हो जाए, ഒരു നിമിഷം നമുക്ക് ദൈവത്തിന്റെ എഴുന്നേറ്റ് हम നിൽക്കാം. साथ में प्रार्थना करने के लिए നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. हालेलुया। ഹല്ലേലൂയ. शत्रु का पद्धतियों आपका पापा को जानते हैं, ശത്രുവിന്റെ എല്ലാ പദ്ധതികളും നമ്മുടെ പിതാവ് शत्रु का അറിയുന്നു. पद्धतियों आपका पापा को जानते हैं। ശത്രുവിന്റെ പദ്ധതികളെല്ലാം നമ്മുടെ കർത്താവ് അറിയുന്നു. आपको नहीं जानते तो भी चलेगा, നമ്മൾ അറിഞ്ഞൊന്നും അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. प्रभु जानते हैं ദൈവം അറിയുന്നു क्या क्या शत्रु बना के रखा है। എന്തെല്ലാം നമുക്കെതിരായിട്ട് ശത്രു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. आप हालेलुया जानने से पहले നിങ്ങൾ അത് അറിയുന്നതിന് മുൻപ് प्रभु उसका एंजल्स को स्वर्गदूतों को भेजा है। കർത്താവ് അതിനു വേണ്ടി തന്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കും. मैं आत्मा में देख रहा हूँ ഞാൻ ആത്മാവിൽ കാണുകയാണ് कुछ स्वर्गदूतों ചില സ്വർഗദൂതന്മാർ उस बड़े बड़े फाटकों को खोल रहे। വലിയ വലിയ വാതിലുകളെ തുറക്കുന്നത്. इसे प्रार्थना करो, ഇങ്ങനെ പ്രാർത്ഥിക്കുക. मैं पहुंचने से पहले ഞാൻ എത്തുന്നതിന് മുൻപ് उस जगह में स्वर्गदूत पहुंचकर ആ ഏരിയയിലേക്ക് സ്വർഗദൂതന്മാർ कुछ എത്തിയിട്ട് बंद द्वारों को खोलने दीजिए, അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ. कुछ लाल समुद्र को 2 भाग करने दीजिए। ചില ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്കട്ടെ. मैं पहुंचने से पहले ഞാൻ എത്തുന്നതിന് മുൻപ് कुछ सिंहों का मुंह बंद होने दीजिए। ആ സിംഹത്തിന്റെ വായെല്ലാം അടഞ്ഞു പോകട്ടെ. ठीक तरह से प्रॉमिस। ഇതൊരു വാഗ്ദത്തം പോലെ ഏറ്റെടുക്കുക. आपको अगर लग रहा है कोई आपका विरुद्ध में बात कर रहे हैं, നിങ്ങൾക്ക് തോന്നിയാണ് നിങ്ങൾക്ക് വിരോധമായിട്ട് ആരും उस मुंह को സംസാരിക്കുന്നെങ്കിൽ बंद करके प्रार्थना ആ ആ വായെല്ലാം നിങ്ങൾ അടച്ച് പ്രാർത്ഥിക്കുക. stop every hallelujah plans and devices in the name of Jesus. യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാ പ്ലാനിനെയും ബന്ദ് ചെയ്ത് यीशु പ്രാർത്ഥിക്കുന്നു. नासरी के नाम है യേശു കർത്താവിന്റെ നാമത്തില് मेरा जीवन मसीह यीशु में छुपा के रखा है। നമ്മുടെ ജീവൻ കർത്താവിൽ My മറഞ്ഞിരിക്കുന്നു. life is hidden in Christ Jesus. എന്റെ ജീവൻ ക്രിസ്തു യേശുവിലാണ്. कोई भी शक्ति छू नहीं सकते। ഒരു ശക്തിക്ക് പോലും അതിനെ അവിടെ തൊടുവാൻ കഴിയുകയില്ല. परमेश्वर का बिना इजाजत कोई भी शक्ति छू नहीं सकते। ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ശക്തിക്ക് അതിനെ തൊടുവാൻ मेरे കഴിയില്ല. बालों भी गिना गया है। നമ്മുടെ തലമുടി പോലും बिना എണ്ണപ്പെട്ടിരിക്കുകയാണ്. परमेश्वर की इजाजत इसमें एक भी गिरने वाला नहीं है। കർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു തലമുടി പോലും താഴെ വീഴുകയില്ല. इस
बल के साथ में, इस धैर्य के साथ में मैं आज वापस लौटूंगा। ഈ ബലത്തോടെ ധൈര്യത്തോടെ നമുക്ക് പോകാം ഇന്ന്. हालेलुया। ഹല്ലേലൂയ. जी मैं प्रार्थना कर रहा हूँ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. कुछ परमेश्वर का बच्चों का विरुद्ध में शैतान बनाए षड्यंत्रों को ദൈവമക്കൾക്ക് വിരോധമായിട്ട് പിശാച് ഉണ്ടാക്കിയ തന്ത്രങ്ങള് तोड़ के प्रार्थना कर रहा हूँ। അതിനെല്ലാം പൊട്ടിച്ച് തകർത്ത് പ്രാർത്ഥിക്കും. जैसे Psalms 91 का 11 में लिखा, സംഗീതം 91:11 പറയുന്നത് പോലെ हम उसको क्लेम करके ഞങ്ങൾ അതിനെ ക്ലെയിം ചെയ്യുന്നു. हम प्रार्थना कर रहे ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. हैं। जी आपका बच्चों का आगे आगे स्वर्गदूतों का भेज दीजिए। കർത്താവേ നിന്റെ മക്കളുടെ മുൻപിലായിട്ട് സ്വർഗ്ഗദൂതനെ Psalms 91 का 11 लिखा है, സംഗീതം 91:11 अपना निमित्त ओ स्वर्गदूतों को आज आप स्वर्गदूतों को आज्ञा देगा। അവ സ്വർഗ്ഗദൂതന്മാരോട് കൽപ്പിക്കും. हम प्रार्थना कर रहे हो ഞങ്ങൾ इस പ്രാർത്ഥിക്കുന്നു. परमेश्वर का बच्चों का विषयों में आपने आपको स्वर्गदूतों को भेजकर एक बहुत बड़ा छुटकारा, एक सॉल्यूशन आपने दे दीजिए। ദൈവമക്കളുടെ ഓരോ വിഷയത്തിന് മേലും കർത്താവേ സ്വർഗ്ഗദൂതനെ അയച്ച് വലിയ വിടുതലിനെ इसी वक्त കൊടുക്കണമേ. कुछ जगहों में स्वर्गदूत उतरने दीजिए। आमेन। ഈ സമയത്ത് ഇവിടെ സ്വർഗ്ഗദൂതന്മാർ ഇറങ്ങട്ടെ. इसी वक्त स्वर्गदूत कुछ जगह में उतरने दीजिए। ഇപ്പോൾ തന്നെ ചില സ്വർഗ്ഗദൂതന്മാർ ചില സ്ഥലങ്ങളിൽ उधर ഇറങ്ങട്ടെ. शैतान बना के रखा कुछ पद्धतियों को तोड़ के इस बच्चों का जीवन में छुटकारा होने दीजिए। പിശാച് വ്യക്തിഗത പദ്ധതിയെ തകർത്ത് ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവ് यीशु വിടുതൽ नासरी കൊടുക്കട്ടെ. के नाम में യേശു കർത്താവിന്റെ നാമത്തിൽ उचित और छुटकारा ആ വിടുതലും ജയവും आपके बच्चों के ऊपर हम भुला के प्रार्थना करते हैं। ദൈവമക്കളുടെ പേരിൽ ഞങ്ങൾ വിളിച്ചു വരുത്തി तालियां बजाकर പ്രാർത്ഥിക്കുന്നു. अन्य भाषा के साथ में കരങ്ങളെ आराधना कर दीजिए। അടിച്ച് ആമേൻ. ഹല്ലേലൂയ. शमन रब्धन रगदन खड़गन शतरे कुछ दीवारों गिरने दीजिए। ചില ഭിത്തികൾ നമുക്കെതിരായിട്ട് कुछ दीवारों വീഴട്ടെ. गिरने दीजिए। ചില മതിലുകൾ വീഴട്ടെ. ആമേൻ. ഹല്ലേലൂയ. जैसे यीशु का खबर में गए स्त्रियों वापस कहा, യേശുവിന്റെ കല്ലറയ്ക്കൽ പോയ സ്ത്രീകൾ തമ്മിൽ പറഞ്ഞതുപോലെ ओ कौन अपने लिए उस पत्थर हटाएगा? നമുക്ക് വേണ്ടി ആരെയും वो കല്ലുരുട്ടി लोग മാറ്റും. पहुंचने से पहले അവരെത്തുന്നതിന് एक മുമ്പ് स्वर्गदूत उतरकर ഒരു സ്വർഗ്ഗദൂതൻ उस ഇറങ്ങി पत्थर को हटाकर ആ കല്ലിനെ ഉരുട്ടി മാറ്റി उसको ऊपर बैठ गया। ആ കല്ലിന് മേലെ സ്വർഗ്ഗദൂതൻ आत्मा में आज सुबह देखो ആത്മാവിൽ നിങ്ങൾ ഇന്ന് രാവിലെ स्वर्गदूत കാണുക. उतरकर സ്വർഗ്ഗദൂതൻ ഇറങ്ങി उस पत्थर को हटाकर ആ വലിയ കല്ലിനെ എടുത്തു മാറ്റിയിട്ട് उसके ऊपर अधिकार रखे बैठा है। ആ സ്വർഗ്ഗദൂതന്മാർ അധികാരം ഏറ്റെടുത്ത കല്ലിന്മേൽ हल्का लमा शकमना ഹല്ലേലൂയ. स्वर्गदूत उतरकर बैठा है। സ്വർഗ്ഗദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. वो आमेन। पत्थर वापस आएगा नहीं, आमेन। वो पत्थर वापस गिरेगा नहीं। ഇനി ആ കല്ല് അങ്ങോട്ട് തിരിച്ചു उसको ഉരുളുകയില്ല. प्रभु ने हटाया है। ദൈവം ആ കല്ലിനെ എടുത്ത് यीशु മാറ്റിയിരിക്കുന്നു. नासरी के नाम है। आमेन। കർത്താവിന്റെ നാമത്തില് शकमना रमशल कमना ആമേൻ. ഹല്ലേലൂയ. आत्मा का सामर्थ्य के साथ में मलके लमश तेरे ആത്മാവിന്റെ शत्रु ശക്തിയോടെ ആരാധിക്കാം. का निशाना हालेलुया। तुझ पर होगा ना सफर, तेरे शत्रु का निशाना तुझ पर होगा तुझ पर होगा ना सफर, आँखों की पुतली जैसे वो लगेगा मुझे हर पल, आँखों की पुतली जैसे वो लगेगा
जीवन यात्रे तोकदीना मला सोडना। हर मुसीबत में, आपत्ति विपत्ति, दुख में, रोग में प्रभु अपने लिए काफी है। എല്ലാ ദുഃഖത്തിലും എല്ലാ രോഗത്തിലും കർത്താവ് മാത്രം നമുക്ക് മതി. अगर आज सुबह प्रभु का आत्मा आपसे बात किया, ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ आपका दाहिना हाथ आपका सिर में रख दीजिए। कीप योर राइट हैंड ऑन योर हेड और प्रार्थना कर दीजिए। നമുക്ക് പ്രാർത്ഥിക്കാം. तो इस वचन को मैं स्वीकार कर रहा हूँ। ഈ വചനത്തെ കർത്താവ് ഞാൻ സ്വീകരിക്കും. मेरे ऊपर, मेरा प्रियजन के ऊपर, मेरे परिवार के ऊपर, मेरे आशीषों के ऊपर, എൻ്റെ മേൽ, എൻ്റെ പ്രിയമുള്ളവരുടെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ आपका प्रत्येक एक सुरक्षा, आपका एक प्रोटेक्शन है करके मैं विश्वास कर रहा हूँ। ഒരു പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സുരക്ഷ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं अपने आप को आपका पंखों के तले समर्पण कर रहा हूँ। ഞാൻ എന്നെ തന്നെ കർത്താവിന്റെ ചിറകിൻ കീഴിൽ शत्रु का സമർപ്പിക്കുന്നു. सारे पद्धतियों से मुझे बचा के रख दीजिए। ശത്രുയുടെ എല്ലാ പദ്ധതിയിൽ നിന്ന് കർത്താവെ मेरे आने जाने में आपका नजर रख दीजिए। എൻ്റെ പോക്കിലും വരിലും കർത്താവെ मेरा निमित्त आपका दूधों से आप आज्ञा दे दीजिए। ദൂതന്മാരെ കാവൽ ചെയ്യണമേ. आप ऐसे किया बोल के धन्यवाद। ചെയ്യുവാനായി നന്ദി. यीशु का नाम है। യേശുവിൻ നാമത്തിൽ. प्लीज बी सीटेड। एक दो मिनट और भी बैठ जाइए। गवाही के लिए समय रखा है। बच्चों पहले आगे आए।